നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. കാശ് കൊടുക്കാതിരിക്കുന്നതാണോ ക്യാഷ്ലെസ് ഇക്കോണമി? നോട്ട് പ്രതിസന്ധി തുടരുന്നു. 1-ാം തീയതി ശമ്പളവും പെൻഷനും വിതരണം ചെയ്യുന്ന കാര്യത്തിൽ വലിയ ആശങ്കകൾ. പലയിടത്തും ശമ്പള വിതരണം മുടങ്ങി. 24,000 രൂപ പോലും കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. ഇത് തുടർന്നുള്ള ദിവസങ്ങളിൽ എന്ത് സാഹചര്യമാണ് സൃഷ്ടിക്കുക? ഒപ്പം പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായി. പ്രതിപക്ഷ എം പിമാർ രാഷ്ട്രപതിയെ കണ്ടു. എന്താണ് ഇന്ന് ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്ക് പറയാനുള്ളത്? ചർച്ചയിൽ പങ്കെടുക്കുന്നത് പി.കെ. ബിജു എം പി, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ രാധാകൃഷ്ണ മേനോൻ, NGO യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ TC മാത്തുക്കുട്ടി എന്നിവർ. ശ്രീ പി.കെ. ബിജു, ഇന്ന് സംസ്ഥാനത്ത് ശമ്പളം കൊടുക്കുന്ന കാര്യത്തിലും പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിലും ആവശ്യത്തിനുള്ള പണം ട്രഷറികളിലും ബാങ്കുകളിലും എത്തിയിട്ടില്ല എന്നതാണ് ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞിട്ടുള്ളത്. ഇന്നൊരു പക്ഷേ ഒരു വിഭാഗം ആളുകളാണ് ട്രഷറിയിൽ എത്തിയിട്ടുണ്ടാകുക. അവരുടെ കാര്യത്തിൽ തന്നെ പലയിടത്തും ടോക്കൺ മാത്രം നൽകി തിരിച്ച് അയക്കേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. നാളെ പുതുതായി ശമ്പളം കൊടുക്കേണ്ട പല വിഭാഗം ആളുകളും ട്രഷറികളിലും ബാങ്കുകളിലും എത്തും. അവിടെ എന്താകും സ്ഥിതി എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനാകുന്നില്ല എന്ന അർത്ഥത്തിലാണ് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞിട്ടുള്ളത്. ഇത് കേരളത്തിൻ്റെ കാര്യം. രാജ്യമാകമാനമുള്ള കാര്യങ്ങൾ വിലയിരുത്തിയാണ് ഇന്ന് പ്രതിപക്ഷം പാർലമെൻറ്റിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പാർലമെൻറ്റിൽ വലിയ ബഹളമുണ്ടായത്. രാഷ്ട്രപതിയെ കണ്ടും വിവരങ്ങൾ ധരിപ്പിച്ചിരിക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഡോക്ടർ ആല്, ഇത് കേരളത്തിന് സമാനമായ സ്ഥിതിയാണെന്ന് രാജ്യത്ത് എല്ലാ സ്ഥലത്തും ഉള്ളത്. ഇത് നോട്ട് നിരോധനം നവംബർ 8 കഴിഞ്ഞപ്പോൾ 1 മാസം പിന്നിട്ടിരിക്കുകയാണ്. പ്രശ്നങ്ങൾ കൂടുതൽ വഷളായി ഓരോ ദിവസവും വരുന്നതല്ലാതെ ഇത് എങ്ങനെ പരിഹരിക്കണമെന്ന് രാഷ്ട്രീയ നേതൃത്വം, രാജ്യത്തിൻ്റെ ഭരണ നേതൃത്വത്തിന് ഒരു തരത്തിലുമുള്ള ചിന്തയുമില്ലാത്ത സ്ഥിതിവിശേഷമാണ് ഇന്ന് പാർലമെൻറ്റിൽ കാണുന്നത്. പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ വരണം. പാർലമെൻറ്റിൽ അദ്ദേഹം നോട്ട് നിരോധിച്ചതിന് ശേഷം ഇതുവരെയും ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല. ഞങ്ങൾ പറഞ്ഞു, എങ്ങനെയാണ് നോട്ട് നിരോധനത്തിന് എതിരായി ഈ സാഹചര്യത്തെ മറികടക്കാൻ രാജ്യത്തെ ഗവൺമെൻറ് എന്തൊക്കെയാണ് നടപടികൾ സ്വീകരിക്കുന്നത്? അത് ഇന്ത്യയിലെ ജനങ്ങളോട് പറയാനുള്ള ബാധ്യത ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കുണ്ടല്ലോ. അദ്ദേഹമാണല്ലോ അർദ്ധരാത്രിയിൽ നോട്ട് നിരോധിച്ചത്. അപ്പോൾ പല രാജ്യങ്ങളും ഇങ്ങനെ നോട്ട് നിരോധനം, കള്ള നോട്ട് സജീവമാകുമ്പോൾ അതിനെ രാജ്യത്തിൻ്റെ കറൻസിയെ മെച്ചപ്പെടുത്താൻ അങ്ങനെ നിർവഹിക്കാറുണ്ട്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ അതിന് 6 മാസം മുന്നൊരുക്കം നടത്തി എന്ന് പറഞ്ഞിട്ട് ഒരു മുന്നൊരുക്കവും നടത്തിയില്ലെന്ന് മാത്രമല്ല, രാജ്യത്ത് നോട്ട് നിരോധനത്തിന് ശേഷം ചെറിയ നോട്ടുകൾ ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്യുന്നതിന് പകരം അവരുടെ അക്കൗണ്ടിലുള്ള പണം വിനിമയം നടത്തുന്നതിന് നിബന്ധന ഉണ്ടാക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തത്. ഇപ്പം ചില റിലാക്സേഷൻ ഉണ്ടായെന്ന് പറയുന്നുണ്ട്. 24,000 രൂപ ഒരു ആഴ്ച പിൻവലിക്കാം, 2.5 ലക്ഷം വിവാഹാവശ്യങ്ങൾക്ക് പിൻവലിക്കാം. ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്ന് കിട്ടുന്നുണ്ടോ? ഓരോ ബാങ്കിൽ കൊടുക്കുന്ന നോട്ട് അവർ എണ്ണിച്ചുട്ട അപ്പം പോലെയാണ് ആളുകൾ കൊടുക്കുന്നത്. ചിലർക്ക് 2,000, ചിലർക്ക് 3,000, ചിലർക്ക് 5,000. ആർക്കും പൂർണ്ണമായി കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള കറൻസി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും നമ്മുടെ രാജ്യത്തെ വിവിധ ബാങ്കുകളിൽ ഇതുവരെ എത്തുന്നില്ല. അതാണ് ബാങ്കിലെ മാനേജർമാരും മറ്റു ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ എങ്ങനെ ഇത് കൊടുക്കും, ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള കറൻസി കിട്ടുന്നില്ല. അപ്പോൾ കറൻസി ആവശ്യത്തിന് ചെറിയ ഡിനോമിനേഷൻ അച്ചടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പും നടത്തിയിട്ടില്ല ശ്രീ നരേന്ദ്രമോദി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അദ്ദേഹം ആദ്യം പറഞ്ഞത് കള്ളപ്പണം പിടിക്കാനും കള്ളനോട്ടുകാരെ രംഗത്ത് കൊണ്ടുവരുന്നതിനും ഒക്കെയാണ് എന്നാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നു നമ്മുടെ രാജ്യത്തെ പ്ലാസ്റ്റിക് കറൻസിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയാണ് എന്നാണ്. ഇതിൽ പരം അബദ്ധം മറ്റെന്തുണ്ട് ഡോക്ടർ ലാൽ? കാരണം നമ്മുടെ രാജ്യത്ത് പ്ലാസ്റ്റിക് കറൻസി ഉപയോഗിക്കുന്നത് 10% താഴെ ആളുകളാണ്. ഇതിനേക്കാൾ വലിയ തോതിൽ ഉപയോഗിക്കുന്ന രാജ്യത്ത് പോലും ഇത് യാഥാർത്ഥ്യമായിട്ടില്ല. രാജ്യത്ത് കക്കൂസ് ഉണ്ടാക്കാൻ ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങൾക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അത് 2 സംസ്ഥാനം ചെറിയ സംസ്ഥാനമാണ്. ഒന്ന് സിക്കിമാണ്, മറ്റൊന്ന് ഹിമാചൽ പ്രദേശാണ്. അതിനുശേഷമാണ് കേരളം.
ഈ വെളിംപ്രദേശത്ത് വിസർജനം നടത്താത്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച് ബാക്കി ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിൽ ബാക്കിയുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും അതിനുപോലും കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഈ വിചിത്രമായിട്ടുള്ള വാദവുമായിട്ട് വരുന്നത്. കഴിഞ്ഞ ദിവസം പാസ്സാക്കിയെടുത്തിട്ടുള്ള നിയമത്തിനകത്ത് വ്യവസ്ഥ ചെയ്തിരിക്കുന്ന 50-50 കള്ളപ്പണം 50 കൊടുത്താൽ 50 ഗവൺമെന്റിലേക്ക് അടച്ചാൽ 50 വെളുപ്പിക്കാം. എന്തിനാണ് ഈ തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നത്? രാജ്യത്ത് ആരുടെ കയ്യിലാണ് ഇപ്പൊ പണമുള്ളത്? ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് 5 കോടിയാണ് പുതിയ നോട്ട് പിടിച്ചത്. ഗുജറാത്തിൽ നിന്നും ഗോവയിൽ നിന്നും ഡൽഹിയിൽ നിന്നുമെല്ലാം ലക്ഷക്കണക്കിന് കോടി റുപ്യ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ നോട്ട് അച്ചടിച്ചത് എവിടുന്നാണ്? രാജ്യത്തെ ജനങ്ങൾ ബാങ്കിൽ പോയി ക്യൂ നിൽക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റ് പെൻഷനും ശമ്പളവും കൊടുക്കാൻ പണമില്ല, അത് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ എങ്ങനെയാണ് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ പുതിയ നോട്ടുകൾ ഇങ്ങനെ നിർബാധം വിനിമയം ചെയ്യാൻ ഉണ്ടായ സാഹചര്യം? ശ്രീ പി കെ ബിജു, ഞാൻ തിരിച്ചെത്താം. ശ്രീ രാധാകൃഷ്ണ മേനോൻ, എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇപ്പോൾ ഇതുതന്നെയാണ്. എന്തായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉദ്ദേശം? കള്ളപ്പണം പിടിക്കാനാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തതെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കാനാണ് ഇപ്പോൾ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ഈ നിലയ്ക്ക് ഈ ജനങ്ങളെ മുഴുവൻ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്, ശമ്പളം പോലും ബാങ്കിലിട്ടത് എടുക്കാനാകാതെ ജനങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന ഈ അവസ്ഥയിലേക്ക് എന്തിനാണ് എത്തിച്ചത്? ഡോക്ടർ ലാലെ, അങ്ങയുടെ ചോദ്യം ഞാൻ ശരിയായ രീതിയിൽ കേട്ടിട്ടുണ്ട്. പക്ഷേ പി കെ ബിജു എന്ത് പറഞ്ഞു എന്നെനിക്കറിയില്ല. അത് കണക്ഷൻ ലൈൻ ഇതുവരെ ശരിയായിട്ടില്ല ഇത് സംബന്ധിച്ച്. പിന്നെ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നതിന് മുമ്പ് തന്നെ ഈ രാജ്യത്തെ ജനങ്ങളോട് കള്ളപ്പണം പിടിച്ചെടുക്കുന്നത് സംബന്ധിച്ച്, കള്ളപ്പണം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രചരണ കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ അദ്ദേഹം ഭരണത്തിൽ വന്നു, ജനങ്ങൾ അദ്ദേഹത്തിൽ വിശ്വാസമർപ്പിച്ചു. അധികാരം ലഭിച്ചതിന് ശേഷം അദ്ദേഹം വിദേശത്തുള്ള കള്ളപ്പണം കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞ് ഇന്ത്യ മഹാരാജ്യത്തുടനീളം പ്രതിപക്ഷങ്ങൾ അദ്ദേഹത്തെ ഒരുപാട് ആക്ഷേപിക്കുന്നുമുണ്ടായിരുന്നു. എന്നാൽ വിദേശത്തും സ്വദേശത്തുമുള്ള എല്ലാ കള്ളപ്പണവും കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശ്രമം ഈ ഗവൺമെൻറ് ആരംഭിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന സമീപനം ഇന്ന് പല ഭാഗത്തും സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ അതിനെതിരായി പ്രചരണം നടത്തുന്ന സമീപനം സ്വീകരിക്കുന്നതാണ് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്കറിയാമല്ലോ, ഈ കറൻസി നിരോധനം നടപ്പാക്കിയതിന് ശേഷം ഇപ്പോൾ ഇന്ന് ഞാൻ അല്പം മുമ്പ് കൈരളി ടി വിയിൽ തന്നെ വാർത്ത കണ്ടു, ബാംഗ്ലൂരിൽ നിന്ന് കണ്ടെടുത്ത പണത്തെക്കുറിച്ച്. അപ്പോൾ പുതിയ നോട്ട് തന്നെ ബൾക്കായി ചില ഭാഗങ്ങളിൽ നിന്ന് എടുക്കുന്നു. ശ്രീ രാധാകൃഷ്ണൻ, ഇപ്പോ നമ്മുടെ ചാനലിൽ വന്ന വാർത്ത പോലെയുള്ള ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഉള്ള ചില വാർത്തകൾ മാത്രമാണോ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്? വേറെ എത്രയെത്ര വാർത്തകളാണ് 2000-ന്റെ പുതിയ നോട്ടുകൾ പഴയ 1000-ന്റെയും 500-ന്റെയും മാറ്റി എടുത്തുകൊണ്ട് വെളുപ്പിക്കുന്നതിൻ്റെ കഥകൾ വരുന്നത്? അതുപോലെ ഈ പെട്രോൾ പമ്പുകളിലും ഒക്കെ കൊടുത്തിട്ടുള്ള അവസരങ്ങൾ ഉപയോഗിച്ച് എത്ര കോടി, ലക്ഷം കോടിയാണ് ഇതിനകം വെളുപ്പിച്ചിട്ടുള്ളത്? സർക്കാർ തന്നെ എത്ര അനുമതി കൊടുത്തിരിക്കുന്നു ഇപ്പോൾ? 50% എടുത്തുകൊണ്ട് ബാക്കി 50% വെളുപ്പിച്ചോളാൻ പറഞ്ഞുകൊണ്ട് വലിയ കുത്തകകൾക്ക് നേരത്തെ തന്നെ വെളുപ്പിക്കാനുള്ള അവസരം കൊടുത്തല്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് ഈ നാടകം കളിക്കാതെ തന്നെ ചെയ്യാമായിരുന്നല്ലോ. ഇത്രയും ആളുകളെ ശമ്പളം കിട്ടാതെ ബുദ്ധിമുട്ടിച്ചും ഈ നെട്ടോട്ടം ഓടിച്ചും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്നതാണ് ചോദ്യം. ലാലെ, അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്, പറയാൻ അനുവദിക്കും. അതായത് ആ നിലയിൽ ഉള്ള നടപടികൾ ഇന്ന് ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. എന്നാൽ ആ നടപടികൾ എടുക്കാനിടയായ സാഹചര്യവും തുടർന്ന് അത് തുടരേണ്ടുന്ന സാഹചര്യവും ഒഴിവാക്കേണ്ടതാണ്. കള്ളപ്പണത്തെ സംബന്ധിച്ച് കള്ളപ്പണം തടയേണ്ടത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഉറവിടത്തിൽ തന്നെയാണ്. എന്താണ് നമ്മൾ കള്ളപ്പണം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ രാജ്യത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ശ്രീ രാധാകൃഷ്ണൻ, അങ്ങിപ്പോൾ പറയുന്ന കാര്യം തന്നെയാണ് പ്രതിപക്ഷം ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് കള്ളപ്പണം ഉറവിടത്തിലാണ് അത് പിടിക്കേണ്ടത്, അതില്ലാതാക്കേണ്ടത്, അതിന് ഇങ്ങനെയുള്ള ഗിമ്മിക്കുകൾ കാണിച്ചിട്ട് കാര്യമില്ല എന്ന് അവരും പറയുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണോ നിങ്ങൾക്ക് ഇതിന്റെ ബോധ്യം വന്നത്? അല്ല, ഇപ്പോഴല്ല, ഈ ഉറവിടത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഉറവിടത്തിൽ കള്ളപ്പണം ആരംഭിക്കുന്ന, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൈക്കൂലി, കോടാനകോടി രൂപ കൈക്കൂലിയായി വാങ്ങുന്നവർക്ക് കൈക്കൂലി സൂക്ഷിക്കാനുള്ള സാഹചര്യം എന്താ? ഇത് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അനധികൃത സ്വത്തായിട്ടോ പല രീതിയിൽ അവർക്ക് സൂക്ഷിക്കാനുള്ള സാഹചര്യം കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നു.
അത് ചിലവർ സ്വിസ് ബാങ്ക് ചെയ്യുന്നു, ചിലവർ സഹകരണ ബാങ്ക് ചെയ്യുന്നു, ചിലവർ അതല്ലാത്ത രീതിയിൽ ബെനാമി ഇടപാടുകളിൽ ചെയ്യുന്നു. ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളെ കർശനമായി നിയന്ത്രിക്കാനും അതിലേക്കുള്ള ഒരു കടന്നുകയറ്റവുമാണ് ഇന്ന് ശരി. ശ്രീ രാധാകൃഷ്ണ മേനോൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യുന്നതിന് എന്തിനാണ് ഈ സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ അവസ്ഥ ഉണ്ടാക്കിയത്? ഇത് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ നേരത്തെ തന്നെ സമയം കൊടുത്ത് സാവകാശം കൊടുത്ത് ഈ 50% വെളുപ്പിക്കാനുള്ള അവസരം കൊടുത്ത് അല്ലെങ്കിൽ പെട്രോൾ പമ്പുകളിൽ കൊണ്ടുപോയി അത്യാവശ്യ സാധനങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞ് ഡിസംബർ 31 വരെ ഇങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മാർച്ച് 31 വരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ രീതിയിൽ തന്നെ നാടകമില്ലാതെ തന്നെ ചെയ്യാമായിരുന്നല്ലോ. ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി ആളുകൾക്ക് ഈ തയ്യാറെടുപ്പോടുകൂടി ചെയ്യാത്തത് കൊണ്ട് ചില്ലറയില്ലാത്തതിന്റെ അവസ്ഥകൾ ഉണ്ടായി, കച്ചവടം മുടങ്ങി. ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പലരും മരിക്കുകയും ചെയ്തു. ലാല് പറയും പോലെ ഒരു തയ്യാറെടുപ്പോടെ ഈ കാര്യം ചെയ്യാൻ സാധ്യമല്ല. കാരണം ഇത് നിലവിലുള്ള 500, 1000 നോട്ടുകൾ ഒറ്റയടിക്ക് നിരോധിക്കാതെ മുൻകൂട്ടി 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ പ്രിന്റ് ചെയ്തുകൊണ്ട് തന്നെ തയ്യാറെടുപ്പ് നടത്തിയാൽ ഇതെല്ലാം മനസ്സിലാക്കാൻ ഇപ്പോൾ തന്നെ ലാൽ സൂചിപ്പിച്ചില്ലേ, ധാരാളം അതല്ലാതെ മാറുന്നുവെന്ന്. പക്ഷേ ഇപ്പം മാറിയവരെ കണ്ടെത്താനുള്ള സംവിധാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ട്. വരും ദിവസങ്ങളിൽ അത് കണ്ടെത്തുക തന്നെ ചെയ്യും. കാരണം ഇപ്പോൾ ബൾക്കായി വന്നിട്ടുള്ള പണത്തിന് രാജ്യത്ത് കണക്കുണ്ട്. ആ കണക്ക് ഏത് പ്രദേശത്താണ് കൂടുതലായി ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടത് എന്നത് മനസ്സിലാക്കുവാനുള്ള വ്യവസ്ഥയുണ്ട്. കാരണം ഒരു ബാങ്കിലൂടെ ഏതെങ്കിലും ഒരു പ്രദേശത്തെ പ്രത്യേക രാധാകൃഷ്ണൻ ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ ബാങ്കിൽ ഇടാതെ പൂഴ്ത്തി വച്ചവരെ കണ്ടുപിടിക്കാനാണെങ്കിൽ ഇപ്പോ 1000-ന്റെയും 500-ന്റെയും സ്ഥാനത്ത് 2000 പൂഴ്ത്തി വച്ചിരിക്കുന്നത് എന്നതേ ഉള്ളൂ വ്യത്യാസം. ഈ വ്യത്യാസം അങ്ങ് പറയുന്നത് പോലെ മണ്ടന്മാരൊന്നുമല്ല ഈ കള്ളപ്പണക്കാർ. അങ്ങ് ഈ ദിശ വെച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ ചെയ്തത് കേരളത്തിലുള്ളവരാകാം, അല്ലെങ്കിൽ ആസാമിൽ ചെയ്യുന്നത് കാശ്മീരിലോ ഒറീസയിലോ ഉള്ളവരാകാം. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങേക്കാൾ പഠിച്ച കള്ളന്മാരാണല്ലോ ഇവരൊക്കെ. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർക്കും നല്ലവണ്ണം അറിയാം. അതിനെ പിടിക്കാൻ വേണ്ടി ഈ ആളുകളെ എല്ലാം ഇങ്ങനെ പട്ടിണിക്കിടുക, അവരെ ബുദ്ധിമുട്ടിക്കുക, അവരുടെ കച്ചവടം ഇല്ലാതാക്കുക എന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഇനി ന്യായീകരിക്കാനാകുക? ഇപ്പൊ ശമ്പളവും കൊടുക്കാൻ പറ്റുന്നില്ല. അല്ല, ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദശാബ്ദങ്ങളായി തുടർന്നു വന്ന ഒരു സിസ്റ്റത്തിൽ ഉണ്ടായ അപജയം പരിഹരിക്കുവാൻ വേണ്ടി സർക്കാരുമായി അവർ സഹകരിക്കാൻ തയ്യാറാണ്. അവർ തയ്യാറായാൽ പോലും അതല്ല അവർ ബഹളമുണ്ടാക്കണം എന്ന കാഴ്ചപ്പാടോട് ശ്രീ രാധാകൃഷ്ണൻ മേനോൻ, സർക്കാരിനെ ജനങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അതിനെ എതിര് നിൽക്കുന്ന ഒരു ചർച്ചയൊന്നുമല്ല ഇത്. ജനാധിപത്യ രാജ്യമാണ്, ജനാധിപത്യ മാർഗങ്ങളുണ്ട്, പാർലമെന്റ് പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. നിങ്ങൾ ജനങ്ങളുടെ പ്രീതി വാങ്ങിക്കോളൂ, അവരുടെ കയ്യടി വാങ്ങിക്കോളൂ. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ജനാധിപത്യപരമായി പാർലമെന്റിൽ വിശദീകരിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് ജനാധിപത്യ രീതിയിൽ. അത് ചെയ്യാതെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലേത് പോലെയുള്ള ഓർമ്മപ്പെടുത്തൽ ഉണ്ടാക്കുന്ന രീതികൾ കാണിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ടി വരുന്നത്. അല്ല, പാർലമെന്റിൽ ഇത് വിശദീകരിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് പകരം, കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം പ്രതിപക്ഷം തന്നെയല്ലേ ദൈനംദിനം അവിടെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പാർലമെന്റിൽ പറയേണ്ട കാര്യങ്ങൾ അവിടെ പറയാതെ പുറത്ത് പാർട്ടി ഓഫീസിലും പാർട്ടി മീറ്റിംഗുകളിലും പ്രധാനമന്ത്രി പറയുമ്പോഴാണല്ലോ പ്രതിപക്ഷവും ചൊടിക്കുന്നത്. എന്നിട്ട് അവരോട് പറയുന്നത് എന്താണ്? നിങ്ങൾ കള്ളപ്പണക്കാരുടെ കൂടെയാണ്, നിങ്ങൾ കള്ളപ്പണക്കാരാണ് എന്നുള്ള അർത്ഥത്തിൽ അവരെ നാണം കെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ വലിയ ആളാകാൻ ശ്രമിക്കുന്നത്, ഒരു തിണ്ണമെടുക്ക് കാണിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം കള്ളപ്പണം പിടിച്ചിട്ടായിരുന്നെങ്കിൽ മനസ്സിലാക്കാം. അത് ചെയ്യാതെ വെളുപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇപ്പോഴും ഇങ്ങനെ അല്ലാതെ പറ്റില്ല, ഇത് ജനങ്ങൾക്ക് മനസ്സിലാകുമെന്ന് പറയുമ്പോഴാണ് പ്രതിപക്ഷത്തിന് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നത്. അല്ല, പ്രതിപക്ഷം ചോദ്യം ചോദിക്കുന്നതിന് അവർക്ക് ചോദ്യം ചോദിക്കാനും ബഹളം ഉണ്ടാക്കാനും എല്ലാം ഉള്ള അവകാശമുണ്ട്. അവരത് ചെയ്യുന്നു. ഗവൺമെൻറ്റിൻ്റെ ജോലി ചെയ്യുന്നു. ഈ നാട്ടിലെ ജനങ്ങൾ അതിനെ വിലയിരുത്തുന്നു. ജനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഇതിന് ശേഷം വന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉജ്ജ്വലമായ വിജയമുണ്ടാകുന്നു. അതിനെക്കുറിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അതുകൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കേരളത്തിലെ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും അന്നത്തെ ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിനാണ് വിജയമുണ്ടായത്, അല്ലെങ്കിൽ അവരുടെ പാർട്ടിക്കാണ് വിജയമുണ്ടായത്, UDF-നാണ് വിജയമുണ്ടായത്. അതെല്ലാം അന്നത്തെ അഴിമതി ആരോപണങ്ങളെ ജനങ്ങൾ വകവെച്ചു കൊടുത്തതാണ് എന്ന് പറയുന്നതിന് തുല്യമല്ലേ ശ്രീ രാധാകൃഷ്ണ മേനോൻ ഇപ്പോൾ ഉണ്ടാകുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ വിജയിക്കുന്നു എന്ന് പറയുന്നതിനെ കുറിച്ച് പറയുക? അല്ല, ജനങ്ങൾ ഈ കാര്യങ്ങളിനെല്ലാം വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് അതാത് കാലഘട്ടത്തിൽ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോ മനസ്സിലാകാത്ത ശരി, ആ വോട്ടിന്റെ കാര്യം മാറ്റി നിർത്തൂ. ഇപ്പൊ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഈ കള്ളപ്പണം നിങ്ങൾ പിടിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തതെങ്കിൽ ഇപ്പോൾ തന്നെ 14 കോടി
14 ലക്ഷം കോടി നോട്ടുകളാണ് തിരിച്ച് റിസർവ് ബാങ്കിലേക്ക് വരേണ്ടത്, അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക് നിക്ഷേപമായി വരേണ്ടത്. ഇപ്പൊ തന്നെ 10 അടുപ്പിച്ചായിരിക്കുന്നു. ഇനിയുണ്ട് 1 മാസം, അത് കഴിഞ്ഞ് 3 മാസം വേറെയും കൊടുത്തിട്ടുണ്ട്. ഈ 10ൽ 11 കോടി വന്നാൽ പോലും ബാക്കിയുള്ള 3 കോടിക്ക് വേണ്ടിയാണോ ഈ ജനങ്ങളെ മുഴുവൻ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയത്? അതിനുവേണ്ടിയാണോ മറ്റൊരു 3-4 കോടി ഇപ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക നഷ്ടം വേറെ ഉണ്ടാക്കിയത് എന്ന ചോദ്യവും ഉണ്ട്. അവിടെയും മനസ്സിലാക്കേണ്ട കാര്യം, ആ 3 ലക്ഷം കോടി വെളുപ്പിച്ച് 2000-ന്റെ പുതിയ നോട്ടും 500-ന്റെ പുതിയ നോട്ടുമായി ഈ കള്ളപ്പണക്കാർ വീണ്ടും കരസ്ഥമാക്കിയിരിക്കുന്നു. ബാങ്കിൽ ഇടാതെ അവരുടെ കയ്യിൽ ഉണ്ട് എന്നതാണ് കഷ്ടം. ലാലെ, ഒരിക്കലും ഈ വരാനിരിക്കുന്ന 3 ലക്ഷം കോടിയോ 4 ലക്ഷം കോടിയുടെയോ ലാഭം മാത്രമല്ല ഈ നടപടി മൂലമുണ്ടായിട്ടുള്ളത്. അതിനപ്പുറത്ത് പാകിസ്ഥാനിൽ നിന്ന് അടക്കം പ്രിന്റ് ചെയ്ത് ഭാരതത്തിൽ ഉടനീളം വിതരണം ചെയ്യുന്ന പശ്ചിമ ബംഗാളിലെ ചില പ്രദേശത്തു കൂടി കടന്നു വന്നുകൊണ്ട്, അതുപോലെ കാശ്മീരിലെ ചില പ്രദേശത്തു കൂടി കടന്നു വന്നുകൊണ്ട് ഈ രാജ്യത്തുടനീളം വിതരണം ചെയ്യുന്ന 500-ൻ്റെയും 1000-ൻ്റെയും കറൻസി, അത് നമ്മുടെ ഭരണകൂടത്തിന് പോലും തിരിച്ചറിയാൻ പാടില്ലാത്ത വിധം മറ്റൊരു രാജ്യം തന്നെ ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. ഞാൻ തിരിച്ചു വരാം. ആ കാര്യത്തിൽ ശ്രീ PK ബിജുവിന് ഒരു മറുപടി പറയാനുണ്ടെന്ന് അദ്ദേഹം കൈ കാണിച്ചിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിലേക്ക് വരുന്നതിന് മുൻപ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷനിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ PK ബിജു, ദയവായി ക്ഷമിക്കുക. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഇതാണ് BJPയുടെ വാദം. ശ്രീ രാധാകൃഷ്ണ മേനോൻ പറഞ്ഞത് അങ്ങ് കേട്ടു എന്നാണ് എൻ്റെ ധാരണ. എങ്ങനെ പ്രതികരിക്കുന്നു കോൺഗ്രസ് ഇന്നത്തെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ശമ്പള കാര്യത്തിലുള്ള അവസ്ഥ കൂടി പരിഗണിച്ച് സംസാരിക്കുമ്പോൾ? ഈ BJP നേതാക്കൾ ഒന്ന് ഇറങ്ങി നാട്ടിലൊന്ന് നടക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥനയുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർ. ഇന്ന് എന്താ നമ്മുടെ പെൻഷൻകാരുടെയൊക്കെ ടെൻഷൻ എന്നറിയാമോ? പ്രത്യേകിച്ച് അതുകൊണ്ട് ജീവിക്കുന്ന കുറേ അധികം പേരുണ്ട്. അതുപോലെ സഹകരണ ബാങ്കുകളിൽ പണം ഇട്ടവർ. മനുഷ്യന് ജീവിക്കാനുള്ള ഒരു അവകാശം കൊടുക്കണ്ടേ? കള്ളപ്പണക്കാരെ പിടിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ന് ആക്ച്വലി ഇത് ബുദ്ധിമുട്ടിലാകുന്ന മുഴുവൻ സാധാരണക്കാരാണ്. ഇപ്പോൾ തന്നെ കേരളത്തിൽ 162 കോടി ചോദിച്ചിട്ട് കിട്ടിയ 110 കോടിയാണ്. അപ്പോൾ അത്രയും ബാക്കി നിൽക്കുന്നു. ആൾക്കാരാകെ പാനിക്കാണ്. ഇനി ബാങ്കിൽ നിന്ന് എടുക്കുന്ന പണം തിരിച്ചിട്ട് ആൾക്കാർക്ക് താല്പര്യമില്ല. അപ്പോൾ ആകെ നമ്മുടെ സമ്പദ്ഘടനയെ താറുമാറാക്കി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാവുന്നത് സാധാരണക്കാരാണ്. 86.4% നോട്ട് പിൻവലിച്ചിട്ട് അതിൻ്റെ എത്ര ശതമാനം സർക്കുലേഷനിലേക്ക് വന്നിട്ടുണ്ട്? ഇന്ന് പകരം ആൾക്കാർ പണം കൊടുക്കണ്ടേ? പിന്നെ ഒരു ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ ഇല്ലേ? നമ്മുടെ അധ്വാനത്തിൻ്റെ സമ്പാദ്യം ബാങ്കിലിട്ടിട്ട് അത് എടുക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ ഒന്ന് ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ അത് BJP നേതാക്കന്മാർ മനസ്സിലാക്കണം. നിങ്ങൾ ഈ കാണുന്നതല്ല ഈ യഥാർത്ഥ നാട്ടിലെ സ്ഥിതി. ഞാനിന്ന് തീരദേശത്ത് പോയാണ്. മത്സ്യം വാങ്ങാൻ ആളില്ല. അവർ കൊണ്ട് വില കുറച്ച് വിൽക്കേണ്ടി വരുന്നു. അതുപോലെ കൂലിപ്പണിക്കാർക്ക് പണി കുറഞ്ഞിരിക്കും, ശമ്പളം കൂലി കൊടുക്കാൻ പണമില്ല. അപ്പോൾ ഇതുണ്ടാക്കിയ ഈ ബുദ്ധിമുട്ട് എത്ര നാളുകൊണ്ട് തീരും? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 3-4 മാസമെങ്കിലും എടുക്കും പുതിയ കറൻസി അച്ചടിച്ച് വരാൻ. അത്രേ നമുക്കുള്ള കപ്പാസിറ്റി ഉള്ള നമ്മുടെ പ്രസ്സുകൾക്ക്. അപ്പോൾ അതുവരെ ജനം ബുദ്ധിമുട്ടെന്നാണോ? കേരളത്തിൽ ബുദ്ധിമുട്ടെന്താ? ട്രഷറിയിൽ പണമില്ല. നമ്മുടെ മിക്കവാറും ജീവനക്കാർ ശമ്പളവും പെൻഷനും ട്രഷറിയാണ്, അവിടെ കൊടുക്കാൻ പണമില്ല. ഇത് പാലിന് കൊടുക്കണം, കുട്ടികളുടെ ഫീസ് കൊടുക്കണം, പലവ്യഞ്ജനം വാങ്ങണം. എല്ലാവർക്കും കാർഡുണ്ടോ? 4%-ക്കുള്ളിൽ ജനങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ കാർഡില്ലല്ലോ. അപ്പോൾ ഈ പറയുന്നതൊക്കെ 10-25 വർഷം വളരെ പ്ലാനിങ് കൂടെ നടപ്പാക്കേണ്ടത്. ഇത് ഒരു എന്താ പറയുക, വമ്പ് പറയുന്നതിന് വേണ്ടി ഒരു അർദ്ധരാത്രി പ്രഖ്യാപിച്ചതിന് ശേഷം ഇപ്പോൾ ബുദ്ധിമുട്ടിയല്ലേ? ഇപ്പോൾ രാധാകൃഷ്ണ മേനോൻ എന്തുകൊണ്ട് പ്രധാനമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല? എന്തുകൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നു? പാർലമെന്റിൽ 3-2 ഭൂരിപക്ഷമില്ലേ? എന്തുകൊണ്ടാണ് 193 വകുപ്പ് വെച്ച ഒരു വോട്ടിങ്ങിന് സമ്മതിക്കാത്തത്? എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ളതല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഭയമാണ്. നിങ്ങൾ ജനങ്ങളെ ഭയപ്പെടുന്നു, പാർലമെന്റിനെ ഭയപ്പെടുന്നു. പാർലമെന്റിലേക്ക് പ്രധാനമന്ത്രി വരുന്നില്ല. ഇതല്ലേ യാഥാർത്ഥ്യം? തിരിച്ചു വരാം ശ്രീ ഡോമിനിക് പ്രസന്റേഷൻ. ശ്രീ TC മാത്തുക്കുട്ടിയോട് ചേർന്നു. ശ്രീ മാത്തുക്കുട്ടി, ഈ NGO യൂണിയന്റെ അംഗങ്ങൾക്ക്, അതല്ലെങ്കിൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കുറച്ച് വൈകിയാൽ എന്താണ് എന്ന് വേണമെങ്കിൽ നിങ്ങളുടെ പണിമുടക്കൊക്കെ കാണുമ്പോഴും നിങ്ങളുടെ പ്രവർത്തന ശൈലിയോട് അസൂയുള്ള ആളുകൾക്കും ഒക്കെ വേണമെങ്കിൽ തോന്നാം, നിങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നൊക്കെ. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ 24,000 രൂപ വച്ച് പിൻവലിക്കാൻ എല്ലാവർക്കും സാധിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എത്ര പേർക്കാണ് അത് സാധിച്ചത് ഇന്നെന്നുള്ളത് അങ്ങ് തന്നെ കണക്കെടുത്തിട്ടുണ്ടാകാം. ചിലപ്പോൾ നാളത്തെ സ്ഥിതി എന്താകും എന്നുള്ളത് ധാരണയുണ്ടാകാം. ഇവരൊക്കെ 24,000 പിരിച്ച് കിട്ടിയാൽ കൊണ്ടുവന്ന് നാട്ടിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന സ്ഥിതിയിൽ ഏത് രീതിയിലുള്ള സാമ്പത്തിക ക്രയവിക്രയ മാറ്റമാണ് ഉണ്ടാക്കുക എന്ന്
നിങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ നവംബർ 8-ാം തീയതി ഈ പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ ഏറെ ചർച്ചകൾ നടക്കുകയാണ് എല്ലാ മേഖലയിലും. അതിൻ്റെ ഒരു പൊതു സാഹചര്യങ്ങളെത്തുന്ന സിവിൽ സർവീസ് മേഖലയിൽ, ജീവനക്കാരുടെ മേഖലയിൽ നല്ലവണ്ണം ചർച്ചയ്ക്ക് വിധേയമായി. ആ ചർച്ചയിലെല്ലാം പ്രധാനമായും ഉണ്ടായ ഒരു ആകാംക്ഷ, 1-ാം തീയതി ആകുമ്പോൾ ശമ്പളം എങ്ങനെയായിരിക്കും, യഥാവിധി കിട്ടാനുള്ള സാധ്യതയുണ്ടോ, അതിനൊരു നിയന്ത്രണം വരുത്തുകയല്ലേ, ATM പോയാൽ കിട്ടത്തില്ല. ഇത് ഏറെ അവസരങ്ങളിൽ ചർച്ചയ്ക്ക് ഉയർന്നു വന്നു. ഗവൺമെൻറ് ശ്രദ്ധയിൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ കൊണ്ടുവന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഞങ്ങൾ സംഘടന എന്ന നിവേദനം കൊടുത്തു. നവംബർ 25-ാം തീയതി തന്നെ സംസ്ഥാന സർക്കാർ ആവശ്യമായ രീതിയിലേക്ക് കേന്ദ്രത്തിൽ ആവശ്യമായ ഇടപെടൽ നടത്തുവാനായിട്ടുള്ള നിരന്തരമായ സമ്മർദ്ദം ഇതെല്ലാം നടത്തി. ഇന്ന് സാധാരണഗതിയിൽ ജീവനക്കാരുടെ ശമ്പള വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും വരുന്നത് സംസ്ഥാന ഖജനാവിന് ആവശ്യമായ ഫണ്ടില്ല, റവന്യൂ വരുമാനത്തിൽ കുറവ് വന്നു. ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 4-5 മാസക്കാലമായി കൃത്യമായൊരു ചിട്ടയോടുകൂടിയുള്ള ക്രമീകരണം വന്നതുകൊണ്ട് ജീവനക്കാരുടെ ശമ്പളത്തെ സംബന്ധിച്ച് ഒരു ആശങ്കയും ഇല്ല എന്ന് ആവർത്തിച്ച് കേരളത്തിലെ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നു. ഇന്ന് സംസ്ഥാന ജീവനക്കാരുടെ വേതന വിതരണവും അതോടൊപ്പം തന്നെ പെൻഷൻ വിതരണത്തിനും കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ട്രഷറികളിൽ കൗണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. കൂടുതൽ ആളുകൾക്ക് ഇത് കൊടുക്കുവാനുള്ള സംവിധാനം ഏർപ്പെടുത്തി. ഇന്ന് ശമ്പളം കിട്ടേണ്ട എല്ലാവർക്കും ശമ്പളം ഈ പറഞ്ഞ 24,000 വെച്ച് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഉച്ചയോടുകൂടി ഏതാണ്ട് രാവിലത്തെ സ്ഥിതി പറഞ്ഞാൽ രാവിലെയാണ് 42ഓളം ട്രഷറികളെ സംബന്ധിച്ചിടത്തോളം പണം എത്തിയിരുന്നില്ല. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. കോട്ടയം പീരുമേട് സബ് ട്രഷറിയിൽ നിന്ന് നമ്മുടെ യൂണിയൻ ഓഫീസിലേക്ക് ഒരു ജീവനക്കാരൻ വിളിച്ചു. രാവിലെ ബാങ്കിനെ സമീപിച്ചപ്പോൾ അവിടെ പൈസ ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഉച്ച കഴിഞ്ഞ് ഒരു 2 മണി കഴിഞ്ഞപ്പോഴും നമ്മൾ അന്വേഷിച്ചപ്പോൾ അവിടെ പൈസ ഇട്ടില്ല. സംസ്ഥാനത്ത് പല ട്രഷറികളും ബാങ്കുകളിൽ കാശില്ല എന്ന് ബാങ്ക് അധികൃതർ തന്നെ കൈമലത്തുന്ന സ്ഥിതിവിശേഷം വന്നത്. അവിടങ്ങളിലൊന്നും യഥാവിധി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം വരുന്നു എന്ന പ്രത്യേകതയുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ ട്രഷറിയിൽ 2 കോടി രൂപയാണ് സബ് ട്രഷറിയിൽ യഥാർത്ഥത്തിൽ അവർ ആവശ്യപ്പെട്ടത്. കേവലം 80 ലക്ഷം രൂപ കൊടുത്തു എന്നാണ് നമുക്ക് പുറത്തു വന്ന കണക്ക്. ഇതാണ് സംസ്ഥാനത്ത് പല ട്രഷറികളെ സംബന്ധിച്ചോളം വന്നത്. അവസാനം ഏതാണ്ട് 12 ട്രഷറിയിൽ ഏതാണ്ട് വൈകുന്നേരം 7 മണിയോടുകൂടി 7 മണിയാകുമ്പോഴും ഒരു പൈസ പോലും എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇന്ന് യഥാർത്ഥത്തിൽ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഇറിഗേഷൻ, PWD, റവന്യൂ തുടങ്ങിയ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഡിപ്പാർട്ട്മെന്റിൽ ശമ്പളം കിട്ടേണ്ടതാണ്. നാളെ പുതിയ ചില ഡിപ്പാർട്ട്മെന്റുകൾക്ക് കൊടുക്കേണ്ടി വരും. ബാക്കിയുമുണ്ട്. നാളെയാണ് ഇതിനേക്കാൾ കൂടുതൽ വരുന്നത്. കാരണം കേരളത്തിലെ അധ്യാപക വിദ്യാഭ്യാസ മേഖലയിൽ പണിയെടുക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളെ ശമ്പള ഡേറ്റ് നാളെയാണ്. അപ്പോൾ കൂടുതൽ ജനവിഭാഗങ്ങൾക്ക് ശമ്പളം കൊടുക്കേണ്ട ദിവസം നാളെ വരികയാണ്. 1, 2, 3 തീയതികളിൽ സാധാരണ രീതിയിൽ ശമ്പള വിതരണമായി മാത്രം ക്രമീകരിച്ചിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് വരുന്ന ഒരു സ്ഥിതിവിശേഷം. ഇപ്പൊ ഈ കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ കിട്ടുന്ന കുറച്ച് തുകയുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് നിങ്ങൾ ചെലവാക്കാൻ പോകുന്നില്ലല്ലോ, നിങ്ങൾക്ക് കുറച്ച് പൈസ മതിയല്ലോ തുടക്കത്തിൽ, പിന്നീട് അങ്ങോട്ട് 1 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് ബാക്കി തന്നാൽ മതിയല്ലോ എന്നൊരു പറച്ചിലും കൂടെ ഉണ്ട്. ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും വെച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണോ ഇപ്പോൾ? അല്ല, യഥാർത്ഥത്തിൽ ഇവിടെ രാഷ്ട്രീയ രംഗത്ത് നേതൃത്വം കൊടുക്കുന്ന നേതാക്കൾ തന്നെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. ഏതെങ്കിലും ഒരു മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളിക്ക് അവനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ രീതിയിലേക്ക് ഒരു വരുന്ന വരുമാനത്തെ ചെലവഴിക്കുന്നതിന് ഒരു ക്രമീകരണം ഉണ്ടാകും. സ്വാഭാവികമായിട്ടും സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ആർക്ക് വീക്ഷിച്ചാലും കാണാൻ കഴിയും. അവർ കൃത്യമായ രീതിയിലേക്ക് ഏകദേശം ചിട്ടപ്പെടുത്തി തന്നെ പോകാനായിട്ടുള്ള ബഹുഭൂരിപക്ഷം ജീവനക്കാരും തയ്യാറാകുന്നത്. കാരണം 1-ാം തീയതി ശമ്പളം കിട്ടും. ഏതാണ്ട് 10-ാം തീയതിക്കകമായി അവർ ബാങ്ക് വായ്പ എടുത്തിട്ടുണ്ടാകാം, മോട്ടോർ വാഹന വായ്പ എടുത്തിട്ടുണ്ടാകാം, ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് ഉണ്ടാകാം, ഇലക്ട്രിസിറ്റി ചാർജ് കൊടുക്കണം. ഇങ്ങനെ നിരവധി സാമ്പത്തിക ബാധ്യത ഏതാണ്ട് ആദ്യത്തെ ദിവസം തന്നെ തീർപ്പാക്കുന്ന ഒരു സ്വഭാവമാണ് യഥാർത്ഥ ചിട്ടപ്പെടുത്തിയ ജീവിത ശൈലി ഉണ്ടാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. ഒറ്റയടിക്ക് നവംബർ മാസം 8-ാം തീയതിക്ക് ശേഷം യഥാർത്ഥത്തിൽ ഇതെങ്ങനെ ക്രമീകരിക്കുമെന്ന ഒരു പ്രതിസന്ധി വരികയാണ്. ഇത് മാത്രവുമല്ല, ജീവനക്കാരുടെ കയ്യിലേക്ക് 24,000 രൂപയെ ക്രമീകരിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു. ഞാൻ കിട്ടിയ അവസരങ്ങളിലെല്ലാം ചൂണ്ടിക്കാണിച്ച കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറഞ്ഞു കള്ളപ്പണം നിരോധിക്കുന്നതിന് വേണ്ടിയാണ് BJPയുടെ നേതാക്കൾ പറയുന്നു, പ്രധാനമന്ത്രി അതിനെ സംബന്ധിച്ച് പറയുന്നു. ഞങ്ങളുടെ മേഖലയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില സംഘടനാ പ്രവർത്തകർ, അതിൻ്റെ വലിയ വക്താക്കളെ നിൽക്കുന്ന ആളുകൾ പറയുന്നു വലിയ രീതിയിലേക്കുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഈ തീരുമാനം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എടുക്കാൻ കഴിയുള്ളൂ, BJPക്ക് എടുക്കാൻ കഴിയുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, ഈ ലോകത്തല്ലേ ഇവർ ജീവിക്കുന്നത്, ഈ രാജ്യത്തല്ലേ? ഇവിടെ രാവിലെ പണിക്ക് വരുന്ന ഒരു തൊഴിലാളി
അവൻ രാവിലെ പണിക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവൻ പ്രതീക്ഷിക്കുന്ന വൈകുന്നേരം 500 രൂപ 600 അവൻ നിശ്ചയിച്ചുള്ള കൂലി കിട്ടും. ആ കൂലി വാങ്ങിയാൽ ആ വൈകുന്നേരം വാങ്ങേണ്ട കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ, ഇതേ രീതിയിൽ തന്നെയാണ് ഒരു മാസം ശമ്പളം കിട്ടുന്ന ആളുകൾ അവരുടെ ജീവിതം ചിട്ടപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ രീതിയിലേക്കുള്ള ആശങ്ക വരും. അവർക്കൊക്കെ ചെക്ക് കൊടുത്തുകൂടെ, ഈ പറഞ്ഞ കാർഡ് വെച്ച് എടുത്ത് നൽകിക്കൂടെ എന്ന ചോദ്യങ്ങളും ഉണ്ട്. അല്ല, അങ്ങനെ ഒത്തിരി വാദങ്ങൾ വരുന്നുണ്ടല്ലോ. അത് ഇവരെ സർക്കാർ ജീവനക്കാരെ കേരളത്തിലെ ജീവനക്കാരുടെ മേഖലയിൽ പണിയെടുക്കുന്ന ജീവനക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്കെല്ലാം ഈ കാർഡ് വിതരണം ചെയ്യണം. ഇതൊക്കെ വെറും യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങൾ കാണാതെ ഒരു സുപ്രഭാതത്തിൽ പ്രഖ്യാപനം നടത്തി അതിന് മറ്റൊരു ന്യായം നിരത്തുന്നത് എടുത്ത മണ്ടൻ തീരുമാനത്തെ വീണ്ടും വീണ്ടും ന്യായീകരിക്കുന്നതിന് തുല്യമാണെന്നാണ്. ഞാൻ തിരിച്ചു ബിജുവിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ രാധാകൃഷ്ണൻ മേനോൻ, ഈ കാര്യത്തിൽ, കേരളത്തിന്റെ കാര്യത്തിൽ, ഈ ശമ്പളത്തിന്റെ കാര്യത്തിൽ ഡോക്ടർ തോമസ് ഐസക് ചോദിച്ച പണം കൊടുക്കാമെന്നാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ധാരണ. അത് പ്രതീക്ഷിച്ചാണ് ഇന്ന് രാവിലെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയത്. പക്ഷേ ഇന്ന് കിട്ടിയത് അതിന്റെ പകുതിയാണ് എന്ന് പറയുമ്പോൾ പല ട്രഷറികളിലേക്കും ആ പറഞ്ഞ കാര്യങ്ങൾ പോലും എത്തിയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് വലിയ പ്രതിസന്ധിയിലെ തയ്യാറെടുപ്പുകൾ തുടക്കം മുതലേ ഇല്ല, പിന്നീട് അങ്ങോട്ട് ചെല്ലും തോറും പറയുന്നത് പോലും പാലിക്കാൻ പറ്റുന്നില്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലും നാഴികയ്ക്ക് 40 വട്ടം പുതിയ സർക്കുലറുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്നും ഉദാഹരണങ്ങളുണ്ട്. എന്തുകൊണ്ട് കേരളത്തിലെങ്കിലും ഈ സ്ഥിതി എങ്ങനെയാണ് വിശദീകരിക്കുക ശ്രീ രാധാകൃഷ്ണൻ? അല്ല, കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന് മാത്രമായിട്ട് പ്രത്യേകിച്ച് ഒരു പ്രശ്നം കൂടുതലായിട്ട് ഉണ്ടാവേണ്ട സാഹചര്യമില്ല. പക്ഷേ ചില പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മറ്റ് കേരളത്തിന് മാത്രമായിട്ട് പ്രത്യേകത ഉണ്ട് ശ്രീ രാധാകൃഷ്ണ മേനോൻ. അത് ചർച്ചയിൽ പറയാതിരിക്കാൻ സാധിക്കില്ല. കേരളം മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല, പല കാര്യങ്ങളിലും ജീവിത നിലവാരത്തിന്റെ കാര്യത്തിൽ മുമ്പിലാണ്. പല കാര്യങ്ങളിലും ഇവിടുത്തേതായ ഒരു സാമ്പത്തിക മാതൃക ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം തള്ളിക്കളഞ്ഞ് നിരാകരിച്ചുകൊണ്ട് നിങ്ങളുടേതായ രീതിയിലേക്ക് ഇന്ത്യ മുഴുവൻ ഒറ്റ ഒരു സാമ്പത്തിക മാതൃക എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുമ്പോൾ ഇതിൽ പെട്ടുപോകുന്നത് ഇത്തരം സംസ്ഥാനങ്ങളാണെന്നതുകൂടി ഓർക്കണം. അല്ല, കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ ധനകാര്യമന്ത്രി സംബന്ധിച്ച് വളരെ നെഗറ്റീവായ ഒരു അപ്രോച്ചാണ് ഇത് സംബന്ധിച്ച് ആദ്യം മുതൽ അദ്ദേഹം സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ നിലപാട്, കേന്ദ്രം എടുത്ത നിലപാടിനെ ജനങ്ങളുടെ മുന്നിൽ മോശമായി ചിത്രീകരിക്കുവാനുള്ള ഒരു പരിശ്രമമാണ് ആദ്യം മുതൽ അദ്ദേഹം സ്വീകരിച്ചത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ സമീപനം ഒരു പരിധിവരെ വേണ്ടത്ര തയ്യാറെടുപ്പ് കേരളത്തിൽ നടത്താതിരിക്കാൻ കാരണമായിട്ടുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ രാധാകൃഷ്ണൻ, ഇന്ന് BJP അഭിപ്രായപ്പെട്ടിരിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർ തന്നെ ഈ രീതിയിൽ പണവിതരണത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു എന്നാണ്. ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരെ കേരളത്തിന്റെ ധനകാര്യമന്ത്രി സ്വാധീനിച്ചു എന്നാണോ ഇപ്പൊ പറഞ്ഞു വരുന്നത്? അല്ല, എന്താണ് എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നുണ്ട്. കള്ളപ്പണക്കാരെ പിടിക്കുന്നത് പോലെ തന്നെ ഇന്ന് നടക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി നേരിട്ട് നടപ്പിലാക്കുന്ന കാര്യങ്ങൾ, ആ കാര്യത്തിന്റെ കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥർ, അവർ നോക്കി നടത്തുന്ന കാര്യങ്ങളിലുള്ള ഉദ്യോഗസ്ഥരെ പോലും ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു ധനകാര്യമന്ത്രിക്ക് ചാക്കിടാൻ പറ്റുന്നതാണെങ്കിൽ പിന്നെ എന്ത് തയ്യാറെടുപ്പാണ്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ രാജ്യം ഭരിക്കുന്നത്? അല്ല, ഈ രാജ്യം ഭരിക്കുന്ന സർക്കാർ ഇന്ന് നടപ്പാക്കുന്ന പദ്ധതികളെ സംബന്ധിച്ചിടത്തോളം ഈ കേവലം ഏതെങ്കിലും ഒരു ചെറിയ താല്പര്യങ്ങൾക്ക് അപ്പുറത്ത് അന്തർദേശീയ തലത്തിൽ തന്നെയുള്ള ഇന്നത്തെ ഒരു സാമ്പത്തിക സംവിധാനവുമായി മത്സരിക്കാൻ പര്യാപ്തമായ ഒരു അന്തരീക്ഷത്തെ സാമ്പത്തിക രംഗത്ത് ഇന്ത്യ മഹാരാജ്യത്ത് രൂപപ്പെടുത്തുന്ന പ്രവർത്തനമാണ് നരേന്ദ്രമോദി ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ മറ്റ് വികസിത രാജ്യങ്ങളുമായി മത്സരിക്കാൻ തക്കണം പ്രാപ്തിയുള്ള മനുഷ്യ വിഭവമുണ്ട്, ഇവിടെ മറ്റ് പ്രകൃതി വിഭവങ്ങളുണ്ട്. അതൊക്കെ ആലോചിച്ചെടുക്കേണ്ടത് തന്നെയാണ്. ഈ വേണ്ട കടുത്ത തീരുമാനങ്ങളും ഒക്കെ എടുക്കണം. പക്ഷെ തയ്യാറെടുപ്പുകൾ ഇല്ലാതെ പോകുന്നു. മാത്രമല്ല, ജനങ്ങൾ കഷ്ടപ്പെടുന്നു. നിങ്ങൾ ആദ്യം പറഞ്ഞത് കള്ളപ്പണം പിടിക്കാനാണെന്നാണ്. ഈ നേരത്തെ ശ്രീ PK ബിജു ഒക്കെ ചൂണ്ടിക്കാട്ടുകയും ഉണ്ടായി. ആ കള്ളപ്പണം ഇല്ല എന്ന് മാത്രമല്ല, വെളുപ്പിക്കാനുള്ള അവസരങ്ങളാണ് ഇപ്പോൾ. എന്നിട്ട് ക്യാഷ്ലെസ് ഇക്കോണമി, പ്ലാസ്റ്റിക് മണി എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. ഇതൊക്കെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നടപ്പിലാക്കാൻ സാധിക്കുന്നതാണോ? ഇതൊക്കെ 5 വർഷം കൊണ്ട് പോലും നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് വിദഗ്ധർ തന്നെ പറയുന്നത്. അല്ല, ലാലിനെ പോലെയുള്ള വിദഗ്ധർ മാത്രമായിട്ട് അങ്ങനെയാണ് സംസാരിച്ചാൽ മതിയല്ലോ. ഇതിപ്പോൾ നമ്മൾ ചർച്ചയിൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നിലയിലുള്ള കൺസെപ്റ്റ്
ആ കൺസെപ്റ്റ് ഈ രാജ്യത്തെ ജനങ്ങൾ സ്വീകരിച്ചതിന് ഉദാഹരണമുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ മേനോൻ, ഗുജറാത്തിലെ അങ്ങേപ്പോലുള്ളവർ ഏത് ഒരു വിദഗ്ധമായിട്ടാണ് ഇത് സംസാരിച്ചതെന്നും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാജ്യത്തെ ഏത് വൈദഗ്ധ്യമുള്ള തലച്ചോറുമായിട്ടാണ് ഈ കാര്യങ്ങൾ പങ്കുവച്ചതെന്നും ആരുടെ ഉപദേശമാണ് സ്വീകരിച്ചതെന്നും പറയേണ്ടതുണ്ടല്ലോ. അത് പറയൂ. നിങ്ങൾ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ആരുമായിട്ടല്ലേ ചർച്ച ചെയ്തത്? എന്നെപ്പോലുള്ളവർ ഇത് പറയുമ്പോൾ കളിയാക്കിയിട്ട് കാര്യമുണ്ടോ? അല്ല, ഈ രാജ്യത്ത് ഭരിക്കാൻ നരേന്ദ്രമോദിയെ ജനങ്ങൾ തെരഞ്ഞെടുത്തത് അദ്ദേഹം ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ വെച്ച അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഇതൊക്കെ വിലയിരുത്തിയിട്ടാണ്. 5 വർഷക്കാലത്തേക്ക് അദ്ദേഹത്തിന് ഈ രാജ്യത്ത് ആവശ്യമുള്ള പരിഷ്കാരങ്ങൾ നടത്താനും അഴിമതി ഇല്ലാതാക്കാനും കള്ളപ്പണം ഇല്ലാതാക്കാനും എല്ലാമുള്ള ഒരു പ്രതീക്ഷയിലാണ്. ആ കാര്യത്തിൽ നിങ്ങൾക്ക് തെറ്റിദ്ധാരണയുണ്ടോ എന്ന് സംശയമുണ്ട്. 5 വർഷക്കാലം ഇന്ത്യയുടെ ഭരണഘടന പറയുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകേണ്ടത്. ഈ രാജ്യത്തുള്ള നിയമങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. ഇവിടെയുള്ള ജനാധിപത്യ മര്യാദകളാണ് പാലിക്കേണ്ടത്. ഈ പാർലമെന്റ് പോലെയുള്ള സംവിധാനങ്ങൾക്കകത്ത് പറയുന്ന നിയമങ്ങൾക്കനുസരിച്ചാണ് അവിടെ ചർച്ചകൾ നടക്കേണ്ടത്. ശരി, ഇതെല്ലാം നിങ്ങൾ പറയുന്ന അർത്ഥത്തിൽ ഇനി 5 കൊല്ലം കഴിഞ്ഞ് പരിശോധിച്ചാൽ പോരല്ലോ. അപ്പോൾ അത് പരിശോധിക്കാനും ജനങ്ങളെ ബോധ്യപ്പെടുത്താനും നിങ്ങൾക്കൊരു സംവിധാനമുണ്ടല്ലോ. അത് പാർലമെന്റ് ആണല്ലോ. അവിടെ ചർച്ച ചെയ്ത് അത് വോട്ടിനിടാനുള്ള ഭൂരിപക്ഷം നിങ്ങൾക്കുണ്ടല്ലോ. എന്തുകൊണ്ടാണ് മടിക്കുന്നത്? അല്ല, അവിടെ ചർച്ച നടത്താൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ലല്ലോ. സത്യസന്ധമായി പറയാൻ അനുവദിക്കുക. അതായത് ഈ രാജ്യത്ത് പ്രതിപക്ഷത്തിന് എല്ലാവരും ഒരുമിച്ച് ഒരു പ്രക്ഷോഭം പോലും നടത്താൻ സാധിച്ചിട്ടില്ല. അവർക്കാകെ ഒരുമിച്ച് ബഹളമുണ്ടാക്കാൻ കഴിയുന്ന ഏക സ്ഥലം ഇന്ത്യയുടെ പാർലമെന്റാണ്. അതിനപ്പുറത്ത് അവർ തമ്മിൽ പോലും ഈ കാര്യങ്ങളിൽ യോജിച്ചൊരു നിലപാടെടുത്തിട്ടില്ലല്ലോ. നിങ്ങൾ യോജിപ്പിലാണെന്ന് കാണിക്കാനുള്ള അവസരമുണ്ടല്ലോ. അതാണല്ലോ വോട്ടിനിടുന്ന അവസ്ഥ. അതില്ലാതിരിക്കുന്നത് നിങ്ങൾക്കകത്തും പ്രശ്നമുണ്ടോ എന്ന് ആളുകൾക്ക് സംശയം ഉണ്ടാക്കുന്നതാണ്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഞാൻ തിരിച്ചു വരാം. ശ്രീ PK ബിജു, ഇത്രയും പറഞ്ഞതിൽ നിന്ന് പല കാര്യങ്ങളും അങ്ങ് പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങേക്ക് പറയാം. ശ്രീ ഡോക്ടർ ലാല്, ശ്രീ രാധാകൃഷ്ണ മേനോൻ ഇവിടെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. കാരണം നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി കാണിച്ച ഈ വിഡ്ഢിത്തത്തിന് രാജ്യത്തെ BJP-ക്കാർക്ക് ജനങ്ങളുടെ ഇടയിൽ എങ്ങനെയും നോക്കിയിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഇതിൻ്റെ യാഥാർത്ഥ്യം പറയാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണുള്ളത്. ബഹുമാനനായിട്ടുള്ള ശ്രീ കുമ്മനംജി പോലുള്ള ആളുകൾ പറഞ്ഞത് കേരളത്തിലുള്ള ആളുകൾ കൂടുതൽ സുഖിമാന്മാരായതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്നാണ്. അപ്പം അതിന് പറ്റുന്ന പ്രധാനമന്ത്രിയാണ് രാജ്യത്തുള്ളത്. അദ്ദേഹം പറഞ്ഞത് കല്യാണത്തിന് വിളിച്ചാൽ ഒരു ചായ കൊടുക്കണം, കടയിൽ പോകുമ്പോൾ 3-4 ആളുകൾ ഒന്നിച്ചു പോകണം, അങ്ങനെ മീനും അല്ലെങ്കിൽ മറ്റ് പലചരക്ക് സാധനമെല്ലാം ഒന്നിച്ചു വാങ്ങിക്കണം. അങ്ങനെ വന്നാൽ രാജ്യത്ത് ഒരു കുഴപ്പമില്ല. എവിടെ ആണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പം നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ വളരെ ആശ്ചര്യമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്ന ഈ വാദങ്ങളെല്ലാം കേട്ടാൽ. ഇപ്പം ശ്രീ രാധാകൃഷ്ണ മേനോൻ ഇവിടെ സൂചിപ്പിച്ചത് പാകിസ്ഥാനിലെ നോട്ട് ഇവിടെ അച്ചടിച്ച് അത് പിടിക്കാനാണ്. ഇങ്ങനെ പാകിസ്ഥാനെയോ വത്തിക്കാനെയോ സൗദി അറേബ്യനോ എല്ലാം പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുമോ രാധാകൃഷ്ണ മേനോൻ? ഇന്ത്യയുടെ പാർലമെന്റിൽ രാജ്യസഭയിൽ നിങ്ങളുടെ ധനകാര്യമന്ത്രി ശ്രീ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞത് കള്ളനോട്ട് ഇന്ത്യയിലുള്ളത് ആകെ നോട്ടിന്റെ 0.028%. അപ്പൊ 0.028% കള്ളനോട്ട് പിടിക്കുന്നതിന് വേണ്ടിയാണ് ലക്ഷക്കണക്കിന് വരുന്ന ഈ പാവപ്പെട്ട മനുഷ്യനെ ഈ തെരുവിൽ നിർത്തുന്നത്. ഇപ്പൊ കണ്ടല്ലോ ആരൊക്കെയാണ് ബാങ്കുകളിൽ ക്യൂ നിൽക്കുന്നത്, ട്രഷറിയുടെ മുമ്പിൽ നിൽക്കുന്നത് ആളുകൾ. അവരാണോ കള്ളപ്പണക്കാർ? അവരുടെ കയ്യിലാണോ കള്ളനോട്ടുള്ള ആളുകൾ? അവര് അധ്വാനിച്ച് അവർ പെൻഷൻ പറ്റിയ ആളുകൾക്ക് ആ പെൻഷൻ കൊണ്ട് മരുന്നും ജീവിത ചെലവും നടത്തേണ്ട ആളുകളാണ്. അല്ലെങ്കിൽ ഒരു മാസക്കാലം സർവീസിൽ അധ്വാനിച്ച് അതിൻ്റെ കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് എന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും കേരളത്തിൽ പ്രത്യേകിച്ചും ഇന്ന് നമ്മൾ കാണാൻ കഴിഞ്ഞത്. അവരെ നിങ്ങളെ കള്ളപ്പണക്കാരെന്ന് വിളിച്ച് ആക്ഷേപിക്കുകയാണ്. ആ പ്രധാനമന്ത്രി പാർലമെന്റിനകത്ത് പക്ഷേ ഇത് വിളിക്കുന്നില്ല, അവിടെ വരുന്നില്ല. ഞങ്ങൾ അടിയന്തര പ്രമേയം കൊടുത്ത് BJP ഗവൺമെന്റിനോട് പറഞ്ഞെന്താ, നിങ്ങൾ റൂൾ 56 അനുസരിച്ച് വോട്ടെടുപ്പോടുള്ള ചർച്ച നടത്തണം. നിങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ടല്ലോ. ഞങ്ങൾക്ക് രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നം പറയണം. ഞങ്ങൾ 1000-500 നോട്ട് തിരിച്ചു കൊണ്ടുവരാനല്ല പറയുന്നത്. ഞങ്ങൾ പറയുന്നത് ജനങ്ങൾ ഇന്ന് നിങ്ങളുടെ ഈ വിഡ്ഢിത്തത്തിൻ്റെ പേരിൽ രാജ്യത്ത് തെരുവുകളിൽ ജനങ്ങൾ എന്ന് വലിയ തോതിൽ വിഷമാനുഭവിക്കുകയാണ്. നിങ്ങൾ യാതൊരു ആസൂത്രണവും ഇല്ലാതെയാണ് ഈ കാര്യം നടത്തിയത്. ഇപ്പം രാധാകൃഷ്ണനോട് പറഞ്ഞു ബിനാമി സ്വത്തുകൾ പിടിച്ച് എടുക്കാനാണ്. അതിന് നിയമം നമ്മുടെ രാജ്യത്തുണ്ടല്ലോ. പാർലമെന്റ് പാസ്സാക്കിയ നിയമമില്ലേ? 2.5 വർഷമായ നിയമം കൈവച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്.
കള്ളപ്പണക്കാരെ പിടിക്കുമെന്ന് പറഞ്ഞു. കള്ളപ്പണക്കാരെ പിടിക്കാനുള്ളവരുടെ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കല്ലേ? വിദേശ ബാങ്കുകളിൽ ഇട്ട പണക്കാരുടെ ലിസ്റ്റ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കയ്യിലില്ലേ? അത് സുപ്രീം കോടതിയിൽ നിങ്ങൾ സമർപ്പിച്ചപ്പോൾ എന്താ ഇത് പുറത്ത് ആരുടെയും പേര് കൊടുക്കരുത് എന്ന് പറഞ്ഞ് സീൽഡ് കവറിലല്ലേ സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നത്? ഏതെങ്കിലും ഒരാളെ 2.5 വർഷം കൊണ്ട് നിങ്ങൾ പിടിച്ചോ? അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കള്ളപ്പണക്കാരൻ അദാനിക്കൊപ്പം അദ്ദേഹത്തിന്റെ വിമാനത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയും ഇന്ന് ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ 1000-ലധികം കോടി രൂപ ചെലവഴിച്ച് യാത്ര നടത്തുകയും ചെയ്യുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി എങ്ങനെയാണ് ശ്രീ പി കെ ബിജു, എന്തായാലും ഈ കാര്യങ്ങളൊന്നും പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ആ കാര്യങ്ങളിൽ വോട്ടെടുപ്പോട് കൂടിയുള്ള ചർച്ചയ്ക്ക് ഇപ്പോഴും തയ്യാറാകുന്നില്ല. ഇത് എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് കിട്ടിയാൽ മതി, ഓർഡിനൻസിലേക്കൊക്കെ പോകാം എന്നൊക്കെയുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. ഈ ആദായ നികുതി ഭേദഗതി ബിൽ പാസ്സാക്കിയത് ചട്ടപ്രകാരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രപതിയെ നിങ്ങൾ ഇപ്പോൾ കാണുകയും ചെയ്തു. ഈ കാര്യങ്ങൾ രാഷ്ട്രപതിയോട് അതിൻ്റെതായ ഗൗരവത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ? അത് എങ്ങനെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതിപക്ഷം നേരിടാൻ പോകുന്നത്? ഡോക്ടർ ലാല് ഇപ്പൊ പുതിയ ഈ നിയമം പാസ്സാക്കി. എന്താണ്? 50% ഗവൺമെന്റിലേക്ക് അടച്ചാൽ 50% വെളുപ്പിക്കാം. അപ്പൊ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള പുതിയ നിയമനിർമ്മാണം നടത്തുന്നു. ആ നിയമനിർമ്മാണം അവതരിപ്പിച്ചതിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾക്ക് അതിന് അമെൻമെന്റ് കൊടുക്കുന്നതിന് വേണ്ടി ഭരണഘടനാപരമായ അവകാശമാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് ഒരു പാർലമെന്റ് മെമ്പർക്ക്. അതിന് രാവിലെ 12 മണിക്ക് ഇത് അവതരിപ്പിക്കുക, 2 മണിക്ക് പാസ്സാക്കി എടുക്കുക. ഞങ്ങൾ അമെൻമെന്റ് കൊണ്ടുവരും പറയുന്നു. അതിന് പ്രസിഡന്റിന്റെ അനുമതി ഉണ്ടെങ്കിലേ അമെൻമെന്റ് എടുക്കാൻ സാധിക്കൂ. ഏതു തരത്തിലുള്ള ജനാധിപത്യത്തിലേക്ക് അവർ പോകുന്നത്? അതുകൊണ്ട് നിയമവിരുദ്ധമായി ഒരു ചർച്ചയുമില്ലാതെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങൾക്കിടയിൽ രാജ്യത്ത് പാസ്സാക്കിയിട്ടുള്ള നിയമം അത് തിരുത്തണം, അതിന് അനുമതി കൊടുക്കാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രസിഡന്റിനെ ഞങ്ങൾ കണ്ടത്. അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധം പാർലമെന്റിനകത്തും പുറത്തും ഉയർത്തും. അങ്ങനെ ശ്രീ നരേന്ദ്രമോദിക്ക് രാജ്യത്തെ ജനങ്ങളെ തെരുവിലിട്ടടിക്കാൻ ഇപ്പൊ 80 ആളുകൾ മരിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഈ 80 ആളുകൾ മരിച്ചതിന്റെ പ്ലക്കാർഡ് എടുത്തു കാണിച്ചപ്പോൾ ഇന്ത്യയുടെ പാർലമെന്റ് സ്പീക്കർ പറയുന്നു അങ്ങനെ കാണിക്കാൻ പാടില്ല. പിന്നെ എവിടെയാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയുക? രാജ്യത്തെ ഗവൺമെന്റിന് ഉത്തരവാദിത്വമില്ലേ? രാജ്യത്തെ ഓരോ പൗരന്റെ ഉത്തരവാദിത്വം ആർക്കാ? രാജ്യത്തെ ഗവൺമെന്റ് അല്ലേ, ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ആളുകളല്ലേ, അതനുസരിച്ചുള്ള നീതി രാജ്യത്ത് കൊടുക്കണ്ടേ? ശരി, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഇപ്പോ ഇന്ന് പുതുതായി വന്നിരിക്കുന്ന വാർത്ത സ്വർണത്തിന്റെ കാര്യത്തിൽ ഉള്ളതാണ്. ഈ സ്വർണത്തിന്റെ കാര്യത്തിൽ ഒക്കെ ഈ നോട്ടിന്റെ കാര്യത്തിൽ ചില വാർത്തകൾ തുടക്കത്തിൽ വന്നതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ചില ആളുകളൊക്കെ ഒരു മാസം മുമ്പ് തന്നെ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ സ്വർണത്തിന്റെ കാര്യത്തിൽ ഇതാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട്, അതാണ് വേണ്ടത് എന്ന്. ഇവിടെ വലിയ സ്വർണ്ണ നിഗൂഢതകളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളവർ വരെ വളരെ ധൈര്യപൂർവ്വം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ കാര്യങ്ങളും ചോർന്ന് വേണ്ടപ്പെട്ടവർക്ക് വേണ്ട ഒരുക്കങ്ങൾ നടത്താനുള്ള സമയം കൊടുത്തുകൊണ്ടാണ് ഈ കാര്യങ്ങളിലേക്കൊക്കെ ഇപ്പോൾ ഇറങ്ങിത്തിരിക്കുന്നത് എന്ന് വേണമോ മനസ്സിലാക്കാൻ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ? ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, താങ്കൾക്ക് അതെ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, താങ്കൾക്ക് പറയാം. അമിത്ഷായാണ് ബീഹാറിലും അതുപോലെ ഒറീസയിലുമെല്ലാം ലക്ഷക്കണക്കിന് കോടി കൊടുത്ത് സ്ഥലം വാങ്ങി കൂട്ടിയിട്ടുള്ളത്. ശരി, ശ്രീ പി കെ ബിജു, താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, താങ്കളോട് ചോദിച്ച ചോദ്യത്തിന് കേൾക്കുന്നതാണ്. അതും ഈ കഴിഞ്ഞ ഈ 22 ദിവസം ഒതുക്കേണ്ടവരൊക്കെ ഒതുക്കി കാണില്ലേ? ഈ ന്യൂസ് വിടുന്ന തന്നെ BJP നേതാക്കന്മാരാണ്. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസത്തിൽ ഒതുക്കേണ്ട ഒരു സ്വർണ്ണമൊക്കെ ഒതുക്കി കാണും. ഇപ്പോൾ ഇന്ന് വേറെ മാത്രമല്ല, ഇപ്പോൾ കോൺഫ്ലിക്റ്റിംഗ് റിപ്പോർട്ട്സ് ഉണ്ട്. ആദ്യം കേട്ടു ഇങ്ങനെ നിയന്ത്രണം വരുന്നു, പിന്നീട് അത് ഫൈനാൻസ് മിനിസ്ട്രി അത് നിരസിച്ചു, അങ്ങനെ ഇല്ല എന്ന് പറയുന്നത് കേട്ടാലും. അപ്പോൾ ഒരു കാര്യം തീർച്ചയായും ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന മുഴുവൻ കള്ളപ്പണം ഉള്ളവർക്കും കള്ളസ്വർണ്ണ അക്കൗണ്ട് ഇല്ലാത്ത സ്വർണ്ണം ഉള്ളവർക്കൊക്കെ അവർക്കത് ഒതുക്കാനുള്ള എല്ലാ സൗകര്യം ചെയ്ത് കൊടുത്തിട്ട് ചെയ്യുന്ന ഒരു ജിമിക്സാണിത്. ഇത് സാധാരണഗതി ഈ കാര്യമൊക്കെ അനൗൺസ് ചെയ്യേണ്ട റിസർവ് ബാങ്ക് അല്ലേ, അല്ലെ റിസർവ് ബാങ്ക് ഗവർണറല്ലേ? അതിനൊരു പ്രധാനമന്ത്രി തന്നെ പ്രഖ്യാപിക്കുക, എന്നിട്ട് അദ്ദേഹം റിപ്ലൈ പറയാൻ പാർലമെൻറ്റ് വരാതിരിക്കുക. രാധാകൃഷ്ണ മേനോൻ, നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുമോ
എന്തുകൊണ്ടാണ് പാർലമെന്റിൽ ചർച്ചയ്ക്ക് പ്രധാനം തയ്യാറാവാത്തത്? അദ്ദേഹം അവിടെ വന്നിരിക്കും, അദ്ദേഹം മിണ്ടില്ല. ഇപ്പം മൻമോഹൻ സിംഗ് തന്നെ അദ്ദേഹത്തിന് റിപ്ലൈ പറയാമായിരുന്നല്ലോ, അതിനുശേഷം ചെയ്തില്ലല്ലോ. എന്ന് മാത്രമല്ല, ഒരു പ്രതിപക്ഷ എം പിമാരുടെ റൈറ്റ് അല്ലേ ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരിക, അത് അഡ്മിറ്റ് ചെയ്യുക, ചർച്ച നടത്തുക, അവർക്ക് അഭിപ്രായം പറയുക, വേണമെങ്കിൽ വോട്ടെടുപ്പ് നടത്തുക. നിങ്ങൾക്ക് 3/2 ഭൂരിപക്ഷമുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഒളിച്ചോടുന്നത്? നിങ്ങൾക്ക് ഇന്ത്യൻ പാർലമെന്റിലെ ഫേസ് ചെയ്യാൻ നിങ്ങളുടെ പ്രധാനമന്ത്രിക്ക് ഭയമാണ്. അതല്ല യാഥാർത്ഥ്യം. എവിടെയെങ്കിലും ലോക്കൽ ബോഡി ഇലക്ഷൻ ജയിച്ചുകൊണ്ട് കാര്യമാവുമോ? വരാനിരിക്കുന്ന വലിയ വിപത്ത് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ അവിടെ എല്ലാ സഹകാരികളും ഒരുമിച്ച് അവർ പ്രക്ഷോഭത്തിലേക്ക് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഗുജറാത്തിൽ ഈ കർഷകർ വലിയ ബുദ്ധിമുട്ടല്ല. അവരിപ്പോൾ വിത്തിറക്കേണ്ട സമയത്ത് എവിടെ നിന്ന് പണം അവർക്ക് കിട്ടും? സഹകരണ ബാങ്കിൽ പണം എടുക്കാൻ നിവൃത്തിയില്ല, മണി സർക്കുലേഷൻ ഇല്ലാതെ വന്നിരിക്കുന്നു. ഇതൊക്കെ ഇന്ത്യയുടെ ഗ്രോത്തിനെ ബാധിക്കുന്ന സംശയമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ജിമിക്സ് പറഞ്ഞ് നടക്കാം. കള്ളപ്പണം ആകെ എത്ര പിടിച്ചത്? നിങ്ങൾ 1 ലക്ഷം കോടി കള്ളപ്പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആകെ നിങ്ങൾ പിടിച്ചെന്ന് അവകാശപ്പെടുന്നത് 6,000 കോടി ആഴ്ച 6% 2.5 വർഷമായിട്ട് നിങ്ങൾ പിടിച്ചത് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ കഴിയില്ല. പിന്നെ പ്രതിപക്ഷം ഞങ്ങൾ 14 പാർട്ടി ഒരുമിച്ചാണ് പാർലമെൻ്റ് അകത്ത് ഫൈറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ മറ്റെല്ലാ അഭിപ്രായത്തിനും മാറ്റിവെച്ച് ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ടിൽ ഞങ്ങളാരും ഇതിനെ ബേസിക്കായിട്ട് എതിർക്കുന്നില്ലല്ലോ. പക്ഷേ ഹോംവർക്ക് ഇല്ലാതെ ജനങ്ങളിലേക്ക് കടലാസ് പണം എത്തിക്കാൻ കഴിയാത്ത രീതിയിൽ ജനങ്ങൾ ബുദ്ധിമുട്ടാണ്. കുറേ കഴിയുമ്പോൾ പട്ടിണി മരണം ഉണ്ടാകുമോ എന്ന് പോലും എനിക്ക് ആശങ്കയുള്ള അത്ര പലരും കാണുന്നു. പണം കയ്യിൽ വേണ്ടേ? ഇതൊന്നുകൊണ്ടാണ് ഗവൺമെന്റ് മനസ്സിലാക്കാത്തത്. തിരിച്ചു വരാം. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ടതുണ്ട് എന്നുള്ളത് മാത്രമല്ല, പ്രധാനമന്ത്രിക്കും മനസ്സിലാകുന്നുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, വിചാരിച്ചെടുത്ത കാര്യങ്ങൾ നിൽക്കുന്നില്ല എന്ന് പ്രധാനമന്ത്രി പോലും മനസ്സിലാക്കിയതാണ് കഴിഞ്ഞ മൻ കി ബാത്തിൽ ഉണ്ടായ ഒരു സ്വര വ്യത്യാസം. ഇന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഉദ്യോഗസ്ഥരോട് ഈ കഷ്ടപ്പെട്ട് പണം പിൻവലിക്കാൻ പറ്റാതെ വന്ന് ബാങ്കിൽ കുത്തിയിരിക്കുന്ന, തിരിച്ച് പണമില്ലാതെ ടോക്കണും കൊണ്ട് പോകേണ്ടി വരുന്ന പാവം ജനങ്ങളെ വിളിച്ചു നിർത്തി ഒരു 5 മിനിറ്റ് ഉദ്യോഗസ്ഥർ സാരോപദേശം കൊടുക്കണം. ഇത് രാജ്യത്തിന് വേണ്ടിയാണ്, നല്ല കാര്യമാണ്, നമ്മൾ സഹിക്കണം, അതിർത്തിയിലെ ജവാന്മാരെ ഓർക്കണം എന്നൊക്കെ പറഞ്ഞു നിർത്തുക എന്ന് പറയുന്ന ജോലി കൂടി ഉദ്യോഗസ്ഥർക്ക് കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ ചെയ്യാതെ ഇനിയിപ്പോൾ ആളില്ല പറയാൻ. BJP-കാർക്ക് പോലും പറഞ്ഞാൽ മനസ്സിലാകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ എന്ന് പ്രധാനമന്ത്രിക്ക് മനസ്സിലായിട്ടുണ്ടോ ശ്രീ രാധാകൃഷ്ണ മേനോൻ? അല്ല, പ്രധാനമന്ത്രി ഈ നടപടി പ്രഖ്യാപിക്കുന്ന വേളയിൽ തന്നെ അത് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിനെ തുടർന്ന് 50 ദിവസക്കാലത്തേക്ക് സ്വാഭാവികമായും ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നും ആ പ്രതിസന്ധികളിൽ ജനങ്ങൾ കൂടെ നിൽക്കണം, സഹിക്കണം എന്നവരോട് അപേക്ഷിക്കും. 50 ദിവസമാണോ ഇപ്പോഴും ചോദിക്കുകയാണ് ശ്രീ രാധാകൃഷ്ണ മേനോൻ. 50 ദിവസം കൊണ്ട് ആളുകളുടെ ജീവിതം പഴയ നിലവാരത്തിലേക്ക് വരുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഡിസംബർ 30-ാം തീയതി 31-ാം തീയതിയോടുകൂടി തീർച്ചയായും ഒരു സമ്പൂർണ്ണമായി പഴയപടിയിൽ നോട്ടുകൾ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു നിലവാരത്തിനപ്പുറത്ത് സാമ്പത്തിക സുസ്ഥിരതയുടെ ഒരു നിലവാരത്തിലേക്ക് തീർച്ചയായിട്ടും നമ്മളെത്തും. കാരണം നോട്ടുകൾ ഇപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ ഈ ചർച്ചയിലുടനീളം സൂചിപ്പിച്ചത് അതാണല്ലോ, ഈ പണം അതേപടി കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ സ്വീകരിച്ചിരുന്ന മാതിരി തന്നെ നമ്മുടെ ഒരു ശീലം എന്ന് പറയുന്നത് ദൈനംദിനം ഈ പണം ട്രാൻസാക്ഷൻ നടത്തുന്ന അതൊക്കെ മറ്റുള്ളവർ പറഞ്ഞോളൂ. ഇനി അത് നിങ്ങൾക്ക് പറയാനുള്ള അവകാശമില്ല. നിങ്ങൾ ഇനി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി നിങ്ങൾ പറഞ്ഞിട്ടുള്ള ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ നടപ്പിലാക്കി കാണിക്കേണ്ടത്. 50 ദിവസം കഴിയുമ്പോൾ ഇവിടെ കള്ളപ്പണമില്ലാത്ത രാജ്യം, കള്ളപ്പണം ഇതുവരെ ഉണ്ടാക്കി വെച്ച ആളുകളെല്ലാം ഇരുമ്പഴിക്കുള്ളിൽ, അതുപോലെ ഒരു കൈക്കൂലിയുമില്ലാത്ത, സ്ത്രീധനമില്ലാത്ത, മോഷണമില്ലാത്ത വലിയ ഒരു രാജ്യം, ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിനെ വ്യാഖ്യാനിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇതാണ് 50 ദിവസം കഴിയുന്ന ഡിസംബർ 30 കഴിയുമ്പോൾ 31-ാം തീയതി മുതൽ ഇന്ത്യ ഈ രീതിയിലാണ് പോകേണ്ടത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്? അല്ല, ഡിസംബർ 31 എന്ന് പറയുന്ന ഒരു കട്ട് ഓഫ് ഡേറ്റ് കൊണ്ട് സമ്പൂർണ്ണമായി അങ്ങനെ മാറ്റും എന്നൊന്നുമല്ല പറഞ്ഞത്. പക്ഷേ ആ ഡിസംബർ 30 കൂടി ഈ നാട്ടിലെ ഇപ്പോൾ നിലവിൽ
ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ തുടക്കത്തിലുണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് നോർമലായി ജനജീവിതത്തിന് ട്രാൻസാക്ഷൻ നടത്താൻ കഴിയുന്ന, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചില്ലേ, ദൈനംദിനം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പാലുകാരന് കൊടുക്കാൻ അല്ലെ വണ്ടിക്കാരന് കൊടുക്കാൻ കിട്ടിയിരുന്ന പണം കിട്ടാത്തത് കൊണ്ടുണ്ടാകുന്ന ജനങ്ങളുടെ ദൈനംദിന ബുദ്ധിമുട്ടുണ്ടല്ലോ, ആ വക ബുദ്ധിമുട്ടുകളില്ലാത്ത, അതിപ്പോ ഈ പുലിപ്പുറത്ത് കയറിയതുപോലെയാണ് ശ്രീ രാധാകൃഷ്ണ മേനോൻ. ഈ കാര്യത്തിൽ ഇനി ജനങ്ങളുടെ ബുദ്ധിമുട്ട് എങ്ങനെ കുറച്ചു കൊണ്ടുവരാം എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു അന്വേഷണം. ഇപ്പോൾ എൻ്റെ ചോദ്യം അതല്ല, ജനങ്ങളുടെ ബുദ്ധിമുട്ട് അവിടെ ഉണ്ട്, അതിന് ഈ പറയുന്ന അർത്ഥത്തിൽ ഒന്നും മാറാൻ പോകുന്നില്ല എന്ന് സാമ്പത്തിക വിദഗ്ധർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ചോദ്യം അതല്ല, നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം കള്ളപ്പണം എല്ലാം തിരിച്ചു പിടിക്കുന്ന ഒരവസ്ഥ, ഇതൊക്കെ ഡിസംബർ 31 സംഭവിക്കാൻ പോവുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ 50% വെളുപ്പിച്ചെടുക്കാനുള്ള അവസ്ഥ ഇപ്പോൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്? ഡിസംബർ 31 കൊണ്ട് കള്ളപ്പണം മുഴുവൻ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പ്രധാനമന്ത്രിയും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ 5 വർഷക്കാലത്തെ ഭരണം പൂർത്തിയാകുമ്പോഴേക്കും ഈ 50 ദിവസം കൊണ്ട് കാര്യങ്ങളെല്ലാം ശരിയാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് പിന്നെ എന്താണ് എന്ന് അങ്ങ് വിശദീകരിക്കണം. ഞാൻ പെട്ടെന്നൊരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട് ശ്രീ രാധാകൃഷ്ണ മേനോൻ. ഇടവേളയിലേക്ക് 1 മിനിറ്റിനകം എനിക്ക് പോകാൻ സാധിക്കുമെങ്കിൽ, അതിന് അങ്ങേക്ക് ഉത്തരം പറഞ്ഞു തരാൻ സാധിക്കുമെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അങ്ങേ അനുവദിക്കാം. ഇടവേളയിലേക്ക് പോകുന്നതിന് മുൻപ് അങ്ങേക്ക് ആ ഉത്തരം പറയാം. 50 ദിവസം കൊണ്ട് എന്തൊക്കെ ശരിയാക്കുമെന്നാണ് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞത്? 50 ദിവസം കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ദൈനംദിനം ട്രാൻസാക്ഷനിൽ ഈ നാട്ടിലെ സാധാരണക്കാർ ഉപയോഗിച്ചിരുന്ന ആ ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ, ഇപ്പോൾ 24,000 രൂപ വിഡ്രോവൽ ഒരു ലിമിറ്റ് നിശ്ചയിച്ചു. അതേപോലെ സാമ്പത്തികമായിട്ടുള്ള പണം വരവിന് ഒരു ഫ്ലോ കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഒരു പരിഹാരമുണ്ടാക്കിക്കൊണ്ട് ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളിൽ സാധാരണ നിലയിലേക്ക് വരും. പക്ഷേ സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമാവാൻ ഞാൻ ആ കാര്യം എടുക്കുകയാണ്. ഞാനത് ഇടവേളയ്ക്ക് ശേഷം വന്ന മറ്റതിഥികളോട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കാം. എന്തായാലും ശ്രീ രാധാകൃഷ്ണ മേനോൻ ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞതിനെ മനസ്സിലാക്കി തന്നിരിക്കുന്നത് 50 ദിവസം കൊണ്ട് പഴയ രീതിയിൽ ഇവിടുത്തെ നോട്ടുകളുടെ ഫ്ലോ പഴയ രീതിയിലേക്ക് എത്തും, ഫ്രീ ട്രാൻസാക്ഷൻ ഉണ്ടാകും, നിയന്ത്രണങ്ങളെല്ലാം മാറും, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണങ്ങളെല്ലാം മാറും എന്നാണ്. അത് സംഭവിക്കാൻ പോവുകയാണോ? എങ്ങനെയാണ് കാണേണ്ടത് കാര്യങ്ങളെ? ശ്രീ TC മാത്തുക്കുട്ടി, ഇപ്പോൾ ശമ്പളം കിട്ടാതെ പെൻഷൻ കിട്ടാതെ നിൽക്കുന്ന സംസ്ഥാന സർക്കാർ ജീവനക്കാരുണ്ട്, മറ്റ് സ്വകാര്യ മേഖലയിലും സഹകരണ മേഖലയിലും പൊതുമേഖലയിലും പണിയെടുക്കുന്ന മറ്റുള്ളവരുടെ കാര്യം വേറെയുണ്ട്. KSRTCയിലൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നു. ഇപ്പോൾ ശ്രീ രാധാകൃഷ്ണ മേനോൻ പറഞ്ഞതുപോലെ ഡിസംബർ 31 ഈ നവംബർ 7 സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ഈ ട്രാൻസാക്ഷൻ കാര്യത്തിൽ തിരിച്ചെത്തുമെന്ന് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് തോന്നുന്നുണ്ടോ? അല്ല, രാധാകൃഷ്ണ മേനോൻ്റെ വാദഗതി തന്നെ തുടക്കം മുതൽ തന്നെ അതിൽ നിന്ന് ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണല്ലോ ഇത്രയെങ്കിലും തുറന്നു പറയാൻ ഇപ്പോൾ സന്നദ്ധമായി എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന ഭീകരാവസ്ഥയെ സംബന്ധിച്ചിടത്തോളം കുറച്ചെങ്കിലും പുറത്തേക്ക് നാട്ടുകാരുടെ ഇടയിലേക്ക് ഇറങ്ങണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. ഇന്നിപ്പോൾ സർക്കാർ ഓഫീസുകളിലൊരു സ്ഥിതി എന്തായിരുന്നു? സർക്കാർ ഓഫീസിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ സർക്കാർ ഓഫീസിലെ സ്ഥിതി അല്ല, ജനങ്ങളാകെ ആകാംക്ഷയോടെ നോക്കുക. കാരണം കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ ഈ പറയുന്ന ഒരു ദിവസത്തെ ശമ്പളം മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല, കേരളത്തിലെ സർക്കാർ ജീവനക്കാർ 32 ദിവസം കാലം പണിമുടക്കിയപ്പോൾ കേരളത്തിലെ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വിധേയമായത് കേരളത്തിലെ സമ്പദ്ഘടനയിലുണ്ടാകുന്ന തകർച്ച വലിയ രീതിയിലേക്ക് കേരളത്തിലെ സാമ്പത്തിക മേഖലയെ വലിയ തകർച്ചയ്ക്ക് ഇടയാക്കും, ഏറെ ചർച്ച ചെയ്തു. ഇവിടെ ഡോക്ടർ ലാല് തന്നെ എന്നോട് ചോദിച്ചു, ജീവനക്കാരുടെ പണിമുടക്കം അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ശമ്പള വിതരണത്തെ സംബന്ധിച്ചൊക്കെ നേരിട്ട്. ഇവിടെ അതല്ല പ്രശ്നം. ഇവിടെ ജീവനക്കാരുടെ ഒരു പ്രക്ഷോഭത്തെ സംബന്ധിച്ച് ഞങ്ങൾ മുൻകൂട്ടി ധാരണയോടുകൂടി തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ സെപ്റ്റംബർ 2 ദേശീയ പണിമുടക്കം കഴിഞ്ഞപ്പോൾ ആ പണിമുടക്കം ഇന്ത്യ രാജ്യത്തുണ്ടായ നഷ്ടത്തിൻ്റെ കണക്കുകൾ പെരുപ്പിച്ചാണ് പറഞ്ഞ് അസോചം പറഞ്ഞ് 18,000 കോടി രൂപയുടെ നഷ്ടം രാജ്യത്തിനുണ്ടായി എന്നാണ്. ഈ 23 ദിവസക്കാലം കൊണ്ട് ഇന്ത്യ രാജ്യത്ത് സാമ്പത്തിക രംഗത്തുണ്ടായ വലിയ രീതിയിലുള്ള തിരിച്ചടിയെ സംബന്ധിച്ചുള്ള കണക്കുകൾ യഥാർത്ഥ ചിത്രം. ആ കാര്യങ്ങളിൽ നിങ്ങളുടെ സംഭാവന എന്താണ്? എവിടെയാണ് കുറഞ്ഞു പോകുന്നത്? ഈ കിട്ടുന്ന പണം നിങ്ങൾക്ക് ഈ പറയുന്ന പാലുകാരന് കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ട്യൂഷൻ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ കൊടുക്കാനില്ല, മറ്റ് സ്കൂളിലെ ഫീസ് കൊടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലൊക്കെ ദൈനംദിന ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ പറ്റുന്നില്ല, മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു, 2000 നോട്ടുമായി പോകാൻ പറ്റുന്നില്ല, 4 പേരുമായി ചേർന്നുള്ള പുതിയ ജീവിതം ഇനി പഠിക്കേണ്ടിയിരിക്കുന്നു, ഇതൊന്നും നിങ്ങൾക്കിപ്പോൾ സാധിക്കുന്നില്ല. ഇതൊക്കെ ഈ പറയുന്ന ഡിസംബർ 31 മാറി വരുമെന്നാണ് രാധാകൃഷ്ണ മേനോൻ BJPക്ക് വേണ്ടി ഈ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു കാരണവശാലും മാറില്ല എന്നുള്ള കാര്യം രാധാകൃഷ്ണൻ തുറന്നു പറയേണ്ടി വരികയാണ്. എന്താണെങ്കിലും 31 തീയതി വരെ എന്ന് പറയുമ്പോൾ രാധാകൃഷ്ണൻ കാണേണ്ടത് 8 തീയതി തീരുമാനം വന്നപ്പോൾ
3 ദിവസം കഴിഞ്ഞപ്പോഴാണ് പ്രധാനമന്ത്രി 50 ദിവസം കാത്തിരിക്കണം എന്ന രീതിയിലേക്ക് വന്നത്. യഥാർത്ഥത്തിൽ പ്രതിഷേധം രാജ്യത്താകെ തന്നെ വലിയ രീതിയിലേക്ക് വന്നു. 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം ആകുമ്പോഴേക്കും ബാങ്കുകളുടെ മുന്നിൽ ആളുകളുടെ ക്യൂ ആണ്. ഇപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് കേവലം 3000 കോടി രൂപയുടെ പെൻഷൻ, ശമ്പളവും പെൻഷനും അടക്കം കേരളത്തിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ലഭ്യമാകേണ്ടതുണ്ട്. അതിൽ 1000 കോടി രൂപയുടെ കറൻസി ഈ സംസ്ഥാന ഖജനാവിൽ എത്തിക്കുമെന്ന് വാദഗതി ഉന്നയിച്ചതാണ്. ഒരു പ്രശ്നവും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. അവസാനം ഇന്ന് ഇവിടെ എത്തിയത് നാമമാത്രമായ തുകയാണെന്നുള്ള പറയുമ്പോൾ നാളെ ഇതിനേക്കാൾ സങ്കീർണമാകുകയാണ്. ഇത് കേരളത്തിലെ ജീവനക്കാരുടെ സ്ഥിതിയാണെങ്കിൽ കേരളത്തിലെ സഹകരണ മേഖല, ശരി, ഈ സംസ്ഥാനത്തിലെ സഹകരണ മേഖല ഇപ്പോ BJP-യുടെ തന്നെ അടുപ്പമുള്ള ആളുകൾ തന്നെ പല രീതിയിൽ മാറ്റിയിട്ടുണ്ട്. നേരത്തെ NDA ഘടകകക്ഷികൾ പലരും പറഞ്ഞത് നമുക്കറിയാം. ഇപ്പോ ഇന്ന് കേരളത്തിൽ സംഭവിച്ച സഹകാർ ഭാരതി BJP-യുടെ സ്വാധീനത്തിലുള്ള ഈ സഹകരണ മേഖലയിലെ സംവിധാനമാണ്. അവരുടെ കയ്യിൽ 150ഓളം സഹകരണ സൊസൈറ്റികൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ തന്നെ BJP-യുടെ അഭിപ്രായത്തെ തള്ളിയിരിക്കുന്നു. ഈ സഹകരണ മേഖലയിലും സർക്കാർ മേഖലയിലുമുള്ള ജീവനക്കാർക്കുള്ള ശമ്പളത്തിന്റെ പ്രതിസന്ധി ഇങ്ങനെ രൂക്ഷമാകുമ്പോൾ ഈ ഘട്ടത്തിൽ എങ്കിലും ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വരുമ്പോൾ ഡിസംബർ 31 ശരിയാകും എന്ന് പ്രധാനമന്ത്രി നാളെ പാർലമെന്റിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ അതിനെ എങ്ങനെ സ്വീകരിക്കും? വോട്ടിനിടാതെ തന്നെ അത് സ്വീകരിച്ച് വിഴുങ്ങുമോ നിങ്ങൾ? ഡോക്ടർ ലാല്, അതൊന്നും ഒരു യാഥാർത്ഥ്യവുമില്ലാത്ത കാര്യമായിരിക്കും. കാരണം ഇന്നത്തെ നിലയിൽ ലോകത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ, അമർത്യ സെന്നെ പോലുള്ള ലോകമെങ്ങും ആരാധിക്കുന്ന സാമ്പത്തിക ശാസ്ത്രകാരന്മാർ പറഞ്ഞത് യാതൊരു യുക്തിയുമില്ലാത്ത തീരുമാനമാണ്. ഇതുണ്ടാക്കുന്ന സാമ്പത്തിക ആഘാതം മറികടക്കാൻ നമ്മുടെ രാജ്യം ഒട്ടേറെ കാലം എടുക്കേണ്ടി വരും. ലോകത്ത് പല രാജ്യങ്ങളും ഇത്തരത്തിലുള്ള വിഡ്ഢിത്തം കാണിച്ച രാജ്യങ്ങളുടെ അവസ്ഥ, ചായ കുടിക്കാൻ പോകുമ്പോൾ നോട്ട് ചാക്കുകെട്ടിനകത്താക്കി കൊണ്ടുപോകേണ്ട സ്ഥിതിയിലേക്ക് അവരുടെ നോട്ടിൻ്റെ വിനിമയ മൂല്യം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം $1 70 രൂപയായി ഇപ്പം നമ്മുടെ രാജ്യത്ത് മാറിയിരിക്കുകയാണ്. ഇനിയും അത് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. തൊഴിലില്ലായ്മ, ഇപ്പം പറഞ്ഞു ഗ്രാമീണ എക്കണോമിയുടെ കാര്യം. ഗ്രാമീണ എക്കണോമി വലിയ തോതിൽ തകർന്നു. ഇപ്പം കേരളത്തിൽ മാത്രമല്ല, മഹാരാഷ്ട്രയിൽ, ഗുജറാത്തിൽ, അവിടെയെല്ലാം സഹകരണ സംഘങ്ങളും അത് പ്രത്യേകിച്ച് കാർഷിക മേഖലയിലും അതുപോലെ മറ്റ് സഹകരണ പ്രസ്ഥാനങ്ങളുമെല്ലാം കടുത്ത പ്രതിസന്ധിയിലാണ്. അവർ പരസ്യമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് വന്നു കഴിഞ്ഞു. കാരണം സാമ്പത്തിക രംഗം വലിയ അരക്ഷിതാവസ്ഥയിലാണ്. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിൽ ജനങ്ങൾക്ക് ദൈനംദിനമായിട്ടുള്ള ജീവിതം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിലേക്ക് ഏറ്റവും വലിയ തിരിച്ചടി ആ മേഖല ഉണ്ടായിരിക്കുകയാണ്. ഉൽപാദനം വലിയ തോതിൽ കുറഞ്ഞു. പണി നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളിലും സാധാരണ തൊഴിലാളികളെ വിളിക്കാത്ത സ്ഥിതിവിശേഷം വരുന്നു. അന്യ സംസ്ഥാനത്തേക്ക് പണിക്ക് പോയിക്കൊണ്ടിരുന്ന ആളുകൾ അവരുടെ പ്രദേശങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു. കാരണം പണി കിട്ടുന്നില്ല. അപ്പോൾ ഓരോ തരത്തിലും ഏത് മേഖല എടുത്താലും അവിടെയെല്ലാം വലിയ തകർച്ചയാണ്. ഇതിനെ മറികടക്കാൻ എത്രയോ കാലം എടുക്കും എന്നതിനെ സംബന്ധിച്ച് സാമ്പത്തിക ശാസ്ത്രകാരന്മാർക്ക് പോലും നിശ്ചയമില്ല. ചില സിനിമാ താരങ്ങളും ക്രിക്കറ്റ് താരങ്ങളും BJP-യുടെ പ്രചാരകരായിട്ട് വെച്ചുകൊണ്ട് ഈ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയുമെന്നുള്ള ദിവാസ്വപ്നത്തിലാണ് ശ്രീ മോദിയും BJP ഇപ്പോൾ ഉള്ളത്. അത് 30 ഡിസംബർ കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മുടെ നാട് പോകും. ജനങ്ങൾ സാധാരണ ജീവിത പ്രതിഷേധ സ്വഭാവത്തിൽ നിന്നും മാറി കൂടുതൽ പ്രതിഷേധത്തിലേക്ക് പോകാൻ നിർബന്ധിതരായി തീരുന്ന സാഹചര്യം വരും. പാർലമെന്റിൽ എന്തായാലും ശ്രീ നരേന്ദ്രമോദി പറയുന്ന കാര്യങ്ങൾ വിഴുങ്ങാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ഈ രാജ്യത്തെ ജനങ്ങളെ കൊല്ലുന്ന ഈ നടപടിക്ക് ആവശ്യമായിട്ടുള്ള തീരുമാനം ജനങ്ങളെ സഹായിക്കാൻ എടുത്തുകൊണ്ടല്ലാതെ ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടായിരിക്കും ഞങ്ങൾ ഇപ്പോ ചില ആളുകളെങ്കിലും വിശകലനം ചെയ്യുന്നത് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് BJP-ക്കാർക്ക് തന്നെ എന്താണ് ഈ കാര്യങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്നുള്ളത് പലർക്കും അറിയില്ല. പല വക്താക്കളും നരേന്ദ്രമോദി എന്തോ മാജിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ്. അത് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പുറത്തു വരുമായിരിക്കും എന്നൊക്കെയാണ് അവർ തന്നെ വിശ്വസിക്കുന്നത് എന്നാണ് അവരുമായി ഓഫ് റെക്കോർഡായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ശ്രീ രാധാകൃഷ്ണ മേനോനെ ഞാൻ പ്രതിസന്ധിയിലാക്കുന്നില്ല, അദ്ദേഹം ഇതിനകത്ത് പ്രതിയുമല്ല. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഈ അതിർത്തിയിലെ പ്രശ്നങ്ങൾ, രാജ്യത്തിനകത്തുള്ള മറ്റു പല പ്രശ്നങ്ങളും ഒക്കെ ഈ വഴിതിരിച്ചു കൊണ്ടുപോകാൻ, ശ്രദ്ധ മാറ്റി കൊണ്ടുപോകാൻ പല രാജ്യങ്ങളിലും പണ്ട് കാലത്തുള്ള ഏകാധിപതികൾ കൈക്കൊണ്ട ചില നിലപാടുകൾ, ചില തന്ത്രങ്ങൾ ഏതെങ്കിലും ഒരു വികാരപരമായ അവസ്ഥയിലേക്ക് ചർച്ചകളെ കൊണ്ടുവരിക. ഇപ്പൊ നോട്ടിന്റെ വിഷയത്തിലാണ് എപ്പോഴും നരേന്ദ്രമോദിയെ ഒരു
വലിയ ഐക്കണാക്കി മാറ്റിക്കൊണ്ട് കള്ളപ്പണത്തിനെതിരായിട്ടുള്ള ഒരു യോദ്ധാവ് എന്നുള്ള പടനായകൻ എന്നുള്ള നിലയിൽ വിലയിരുത്തുന്ന, അങ്ങനെ വിശ്വസിക്കുന്ന പാവങ്ങളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. സാധാരണക്കാർ എല്ലാവരും ആ ഒരു നല്ല ഉദ്ദേശത്തെ സ്വാഗതം ചെയ്യുന്നുമുണ്ട്. അങ്ങനെ ചർച്ചയിലേക്ക് കൊണ്ടുവന്ന് രാജ്യത്തിൻ്റെ മറ്റു ചർച്ചകളെയൊക്കെ ഹൈജാക്ക് ചെയ്യുന്നുണ്ട് എന്നൊരു നിരീക്ഷണം ഇപ്പോൾ പ്രതിപക്ഷത്തിനുണ്ടോ? ഏറെക്കുറെ അങ്ങനെ വിശ്വസിക്കേണ്ടി വരികയല്ലേ ഇപ്പോഴേ. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിൻ്റെ ഭരണപരാജയം ഉണ്ടാകുമ്പോഴേക്കും അദ്ദേഹം എപ്പോഴും അങ്ങനെ എന്തെങ്കിലും കാട്ടിക്കൂട്ടുമല്ലോ. ഇപ്പം ഇത് തന്നെ സാധാരണഗതിയിൽ ഈ നോട്ട് പിന്മാറ്റം പ്രഖ്യാപിക്കേണ്ട റിസർവ് ബാങ്കല്ലേ, അത് ധനകാര്യമന്ത്രി പോലും അറിയാതെ അദ്ദേഹം ഒറ്റയ്ക്ക് പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് അദ്ദേഹം നേരെ വിദേശത്തേക്ക് പോകുന്നു, അവിടെ പറയുന്നു ഇന്ത്യക്കാർ ഹാപ്പിയാന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പം അദ്ദേഹം ജവാന്മാരുടെ കാര്യം പറയുന്നുണ്ടല്ലോ. മെന്നാന്ന് എത്ര പേരാണ് മരിച്ചത്? നമ്മുടെ 2 മേജർമാരുൾപ്പെടെ 7 പേര് നമ്മുടെ സൈന്യ ക്യാമ്പിലാണ് മരിച്ചത്. അവിടെ ഒരു അനുഭവം നേരത്തെ നമുക്കുണ്ടായി, ഇത് 3-4ാമത്തെ അനുഭവമാണ്. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് വേറെ എന്തോ ലക്ഷ്യമുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. UP ഇലക്ഷന് മുമ്പായി അദ്ദേഹം എന്തെങ്കിലും ഇതുപോലെ ഒരു കാണിച്ചിട്ട് അദ്ദേഹം ഹീറോ ആകാൻ ശ്രമിക്കും. അതിൻ്റെ മുന്നോടിയല്ലേ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് സംശയമുള്ള ആളാണ്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, എന്താണ് അതിനുള്ള മറുപടി? UP ആണ് നിങ്ങൾക്കിപ്പോൾ ഏറ്റവും വലിയ ഒരു പ്രശ്നം. അതിനുവേണ്ടി നിങ്ങൾ എന്തും ചെയ്യുന്ന അവസ്ഥ. അതിന് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഇതിനെ കെട്ടഴിച്ചു വിട്ടിരിക്കുകയാണ്. നിങ്ങൾ തൽക്കാലം അത് കഴിയുന്നത് വരെ ചാനലുകളിലൊക്കെ ഇങ്ങനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും. UP ഞങ്ങൾക്കങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയുള്ള പ്രശ്നമാണ് എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തുടനീളം BJPയിൽ വിശ്വാസം അർപ്പിക്കുന്ന, നരേന്ദ്രമോദിയിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു സമീപനമാണ് ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും UPയിലും വ്യത്യസ്തമല്ലാത്ത ഒരു സമീപനം ജനസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അതേസമയം പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം UP അവർക്ക് ലഭ്യമാവില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് അവരൊരു മുൻകൂർ BJPക്കും ജനങ്ങൾക്കുമൊക്കെ അങ്ങ് പറഞ്ഞതുപോലെ നയങ്ങളിലുള്ള ഒരു വിശ്വാസമോ അതിനെക്കുറിച്ചുള്ള അതിൻ്റെ മതിപ്പോ ഒന്നുമല്ല. നരേന്ദ്രമോദിയിലുള്ള വിശ്വാസം ഈ ബിംബങ്ങളെ ആരാധിക്കുന്നത് പോലെയുള്ള ഒരു വിശ്വാസമാണ്. വിശ്വാസത്തിലാണ് നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്നത് ശ്രീ രാധാകൃഷ്ണ മേനോൻ. അല്ല, ഈ ഞങ്ങൾ നരേന്ദ്രമോദിയിൽ വിശ്വസിക്കുന്നുണ്ട്, സംശയമൊന്നുമില്ല. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ആ നിലയിൽ അദ്ദേഹം ഉയർന്നു വന്നത് അദ്ദേഹത്തിൽ ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചതുകൊണ്ടാണ്. അതിലേറെ രാഷ്ട്രത്തിൽ വിശ്വസിക്കുന്നു, ദേശീയതയിൽ വിശ്വസിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തത്വശാസ്ത്രത്തിൽ വിശ്വസിച്ച് ആ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. ആ നിലയിൽ പ്രവർത്തിക്കുമ്പോൾ മറുപടി പറയുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ്. രാജ്യസ്നേഹത്തിന്റെ കാര്യത്തിലൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ മറുപടി പറയുന്നത്. 10 സെക്കൻഡ്. ഈ നാളെ കേരളത്തിലെ കാര്യങ്ങളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഈ കള്ളക്കളി കളിക്കുന്ന ഉദ്യോഗസ്ഥരെയൊക്കെ കണ്ടുപിടിച്ച് മാറ്റി നാളത്തേക്ക് പ്രതിസന്ധിയൊക്കെ മാറ്റിയെടുക്കുമോ നിങ്ങൾ? അതിന് ഇനി എത്ര ദിവസം വേണ്ടി വരും? അല്ല, കേരളത്തിൻ്റെ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി ആദ്യം മുതൽ ഈ ആത്മാർത്ഥമായ ഒരു പരിശ്രമം കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയുടെയോ ഗവൺമെൻറ്റിൻ്റെയോ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നൊരു വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. ആവശ്യമുള്ള തയ്യാറെടുപ്പുകൾ നടത്താതെ ഇവിടെ പ്രശ്നമുണ്ട്. ആവശ്യമില്ലാത്ത തയ്യാറെടുപ്പുകൾ ആരാണ് നടത്താത്തത്? ആവശ്യമുള്ള തയ്യാറെടുപ്പുകൾ എന്നുള്ള ചർച്ച തുടരുക തന്നെ ചെയ്യും. മറ്റതിഥികൾ ക്ഷമിക്കുക. വളരെ നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് സമയക്കുറവ് കൊണ്ടാണ് ആരിലേക്കും വീണ്ടും വരാൻ പറ്റാത്തത്. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ PK ബിജു, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ രാധാകൃഷ്ണ മേനോൻ, ശ്രീ മാത്തുക്കുട്ടി, വളരെ നന്ദി.